നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയുടെ വിവിധ മേഖലകളിൽ ഉണ്ടായ 2 വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ 4 മരണം. പന്നിയാർകുട്ടിക്ക് സമീപം ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് ഒളിമ്പ്യൻ KM ബീനാമോളുടെ സഹോദരി റീന ഉൾപ്പെടെ 3 പേർ മരിച്ചു. കട്ടപ്പന വള്ളക്കടവ് റോഡിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മൂന്നാർ എക്കോ പോയിന്റിന് സമീപം വിനോദസഞ്ചാര ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവർക്ക് തമിഴ്നാട് സർക്കാരിന്റെ ധനസഹായം. മരിച്ചവർക്ക് 3 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതവും തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകും. അതേസമയം അപകടത്തിൽപ്പെട്ട ബസിന്റെ സ്പീഡ് ഗവർണർ പ്രവർത്തനരഹിതമാക്കിയ നിലയിലായിരുന്നുവെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ദേവികുളം താലൂക്കിൽ വന്യമൃഗശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ വനം വകുപ്പിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കാൻ മൂന്നാറിലെ CPI പ്രാദേശിക നേതൃത്വം. വന്യമൃഗാക്രമണം തടയാൻ വനം വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും വകുപ്പിന്റെ വിനോദസഞ്ചാര വികസന പ്രവർത്തനങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ പുലർത്തുന്നതെന്നും CPI മൂന്നാർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് K ചന്ദ്രപാൽ. ഇരട്ടി തുക നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്ത കേസിൽ ഒരാളെ ഇടുക്കി പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് കോതമംഗലം സ്വദേശിയും വർഷങ്ങളായി തമിഴ്നാട് ഈറോഡിന് സമീപം താമസിച്ചു വരുന്നതുമായ സിറാജുദ്ദീൻ. കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് 2 പേർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിശദമായ വാർത്തകൾ. പന്നിയാർകുട്ടിക്ക് സമീപം ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് 3 പേർ മരിച്ചു. ഒളിമ്പ്യൻ KM ബീനാമോളുടെ സഹോദരി റീന, ഇവരുടെ ഭർത്താവ് ബോസ്, ബന്ധു എബ്രഹാം എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ രാത്രിയിൽ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം പന്നിയാർകുട്ടിക്ക് സമീപത്ത് വെച്ച് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടം നടന്നത്. പന്നിയാർകുട്ടിക്ക് സമീപം കുത്തനെയുള്ള ഇറക്കവും കൊടും വളവുമുള്ള ഭാഗത്ത് വെച്ച് നിയന്ത്രണം വിട്ട ജീപ്പ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. വലിയ പാറക്കല്ലിന് അടിയിൽപ്പെട്ട അവസ്ഥയിലായിരുന്നു റീന. ബോസും റീനയും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഇബ്രഹാമിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. കുടിവെള്ള വിതരണത്തിനായി റോഡരികിൽ ഇട്ടിരുന്ന ഹോസിൽ കയറി വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് അപകട കാരണമെന്നാണ് നിഗമനമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഓസ കയറിയിട്ട് ഓസന്ന് തെന്നി, ജലജീവനക്കാരുടെ ഓസാണ്, ആ ഓസൻ തെന്നി താഴോട്ട് പോകാനുണ്ടായത്. ആ റോഡിന്റെ സൈഡിൽ റോഡിലേക്ക് തന്നെ ഇത് തന്നെ ഇങ്ങനെ കുറേയൊക്കെ റോഡ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ വീതിയില്ല, വീതിയില്ലാത്ത വഴിയാണ്. വീതിയില്ലാത്ത വഴിയായതുകൊണ്ട് ഇവിടെ ഇതിന്റെ ഈ സൈഡിലെല്ലാം വെള്ളം പിടിച്ച് കിടക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ റോഡിലേക്ക് തന്നെ ഹോസ് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. വീതി കുറഞ്ഞ പാതയോരത്ത് സ്ഥാപിച്ചിരുന്ന ഹോസുകൾ മണ്ണിട്ട് മൂടിയിരുന്നില്ല. ഹോസിൽ കയറിയതോടെ നിയന്ത്രണം നഷ്ടമായ വാഹനം റോഡിൽ നിന്നും തെന്നിമാറി സമീപത്തെ പാറക്കെട്ടുകളിലേക്കും മരത്തിലും ഇടിച്ച് കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. ബന്ധുവായ ഇബ്രഹാമിന്റെ വീട്ടിൽ സന്ദർശനത്തിന് എത്തിയതായിരുന്നു ബോസും റീനയും. ഇവരെ തിരികെ കൊണ്ടുവിടുന്നതിനിടെയാണ് അപകടമുണ്ടായത്. വിദഗ്ധ ചികിത്സയ്ക്കായി ഇബ്രഹാമിനെ കൊണ്ടുപോകുന്നതിന് ICU ആംബുലൻസ് ലഭിക്കാനും താമസം നേരിട്ടു. കട്ടപ്പന വള്ളക്കടവ് റോഡിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. വള്ളക്കടവ് തണ്ണിപ്പാറയിൽ റോബിൻ ജോസഫാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി വള്ളക്കടവ് റോഡിൽ ചുക്കനാനിപ്പടിയിലാണ് അപകടമുണ്ടായത്. നിയന്ത്രണം നഷ്ടമായ കാർ റോഡരികിലെ ക്രാഷ് ബാരിയറിൽ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടമുണ്ടായത്. കട്ടപ്പനയിൽ നിന്നും വള്ളക്കടവ് തൂങ്കുഴിയിലെ വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. റോഡിൽ വെച്ച് നിയന്ത്രണം നഷ്ടമായ കാർ റോഡരികിലെ ക്രാഷ് ബാരിയറിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ക്രാഷ് ബാരിയർ വാഹനത്തിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർത്ത് ഉള്ളിലൂടെ കയറി പിൻവശം വരെ എത്തി. സംഭവസമയം ഓടിക്കൂടിയ നാട്ടുകാരും തുടർന്ന് സ്ഥലത്തെത്തിയ കട്ടപ്പന പോലീസും ഫയർഫോഴ്സും വാഹനം വെട്ടിപ്പൊളിച്ചാണ് വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നിരുന്ന റോബിനെ പുറത്തെടുത്തത്. കട്ടപ്പന പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വാഹനാപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോഡരികിൽ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകളില്ലാതെ ക്രാഷ് ബാരിയറുകൾ റോഡരികിൽ സ്ഥാപിച്ചിരിക്കുന്നത് അപകടകരമായി മാറുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കട്ടപ്പന വള്ളക്കടവ് റോഡിലുണ്ടായ അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുവാൻ കാരണം റോഡരികിൽ അശാസ്ത്രീയമായി സ്ഥാപിച്ച ക്രാഷ് ബാരിയറാണെന്ന് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു. വാഹനാപകടങ്ങളുടെ തീവ്രത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോഡരികിൽ ക്രാഷ് ബാരിയറുകൾ നിർമ്മിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രാഷ് ബാരിയറുകൾ അപകടം നടക്കുന്ന വേളയിൽ തീവ്രത വർദ്ധിപ്പിക്കുന്നതായാണ് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത്. കട്ടപ്പന വള്ളക്കടവ് റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രാഷ് ബാരിയറുകൾ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെയാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുവാൻ ക്രാഷ് ബാരിയർ കാരണമായതായും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ചെളിവിടെ വരെയുള്ള ഈ ദേശീയപാതയുടെ ഭാഗമായ ഈ റോഡ് ഒന്നാമതായിട്ട് റോഡിന് വീതിയില്ല. അപ്പോൾ തന്നെ ആയിരക്കണക്കിന് വാഹനങ്ങൾ കട്ടപ്പന ടൗണുമായിട്ട് ബന്ധപ്പെടാൻ മുംബൈയിൽ വരുന്ന വാഹനങ്ങൾ ഈ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. റോഡിന് ആവശ്യമായ വീതിയില്ല. അതുപോലെ തന്നെ ഈ
ഈ റോഡിൻ്റെ അപകട സാധ്യത കാണിക്കുന്ന സിഗ്നൽ ബോർഡുകളോ കാര്യങ്ങളോ ഒന്നും കാണിക്കാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ഈ വാരിക്കാറുകൾ ഘടിച്ചിരിക്കുന്നിടത്ത് സ്റ്റോപ്പറോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് വാഹനങ്ങൾ വരുമ്പോഴത്തേനും നേരെ വന്ന് ഇടിക്കുകയാണെങ്കിൽ തന്നെ നേരെ വന്ന് കയറുകയും അപകടത്തിൻ്റെ തീവ്രത വളരെ കൂടുകയും ചെയ്തു. ഇന്നലെ രാത്രിയിൽ ഒരു ചെറുക്കൻ അവിടെ അപകടത്തിൽ വിടുകയും ആ ചെറുക്കൻ മരണപ്പെടുകയും ചെയ്തു. അത് തന്നെ അത് പോരാഞ്ഞിട്ട് ഈ റോഡിൻ്റെ സൈഡിലേക്ക് വളർന്നു നിൽക്കുന്ന മരങ്ങൾ, തെങ്ങ് ഉൾപ്പെടെയുള്ള മരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. ആ ചാഞ്ഞു നിൽക്കുന്ന വാഹനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന 2 വീലറുകളാണ്. അതുപോലെ തന്നെ ചെറുവണ്ടികളും അതുപോലെ തന്നെ അപകടത്തിൽപ്പെടുന്നു. ഇന്ന് തന്നെ 2 അപകടങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു കാറ് മറിഞ്ഞു, അതിനപ്പുറത്ത് ഇന്നലെ തന്നെ ഒരു വണ്ടി ഇടിച്ചു, ഒരു ചെറുക്കൻ മരിച്ചു പോവുകയും ചെയ്തു. റോഡരികിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രാഷ് ബാരിയറുകളുടെ അഗ്രഭാഗം ചെരിച്ചു സ്ഥാപിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ അഗ്രഭാഗത്ത് സേഫ്റ്റി ഗാർഡുകൾ സ്ഥാപിക്കണം. ഇതിനുള്ള സംവിധാനങ്ങളെല്ലാം ക്രാഷ് ബാരിയറുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ്. എന്നാൽ ഇവ കൃത്യമായി സ്ഥാപിക്കാതെ വരുമ്പോഴാണ് അപകടത്തിന്റെ തീവ്രത വർദ്ധിക്കുന്നത്. കരാറെടുക്കുന്ന ആളുകൾ ഇതിന് മുതിരാറില്ലെന്നും ആളുകൾ പറയുന്നു. കട്ടപ്പന വള്ളക്കടവ് റോഡിൽ നിരവധി ഭാഗങ്ങളിൽ ക്രാഷ് ബാരിയറുകൾ ഇത്തരത്തിൽ അപകടക്കെണിയായി നിലകൊള്ളുന്നുണ്ട്. കൂടാതെ ഈ പാതയെ മറ്റു പാതകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വീതിയും കുറവാണ്. കാൽനട യാത്രക്കാർക്ക് റോഡരികിലൂടെ സുഗമമായി സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടും നേരിടുന്നു. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലടക്കം സ്ഥാപിക്കുന്ന തരത്തിലുള്ള ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കുന്നതാണ് ഉചിതമെന്നും വാഹന ഡ്രൈവർമാർ ചൂണ്ടിക്കാട്ടുന്നു. മൂന്നാർ എക്കോ പോയിന്റിന് സമീപം വിനോദസഞ്ചാര ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവർക്ക് തമിഴ്നാട് സർക്കാരിന്റെ ധനസഹായം. മരിച്ചവർക്ക് 3 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതവും തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം നൽകും. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു മൂന്നാർ എക്കോ പോയിന്റിൽ വിദ്യാർത്ഥികളായ വിനോദസഞ്ചാര സംഘം സഞ്ചരിച്ചിരുന്ന ബസ് പാതയോരത്തേക്ക് മറിഞ്ഞ അപകടമുണ്ടായത്. അപകടത്തിൽ തമിഴ്നാട് സ്വദേശികളും വിദ്യാർത്ഥികളുമായ സുധൻ, ആദിക, വേണിക എന്നിവർ മരിച്ചിരുന്നു. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് 3 ലക്ഷം രൂപയും പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം രൂപയും തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സർക്കാർ ധനസഹായം നൽകും. ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും തമിഴ്നാട് സർക്കാർ നൽകിയിട്ടുണ്ട്. നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലെ 2ാം വർഷ BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളായിരുന്നു മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയത്. മൂന്നാറിലെത്തി കുണ്ടള അണക്കെട്ട് സന്ദർശിക്കാൻ പോകുന്നതിനിടയിലായിരുന്നു അപകടം. അശ്രദ്ധയും വാഹനത്തിന്റെ വേഗതയുമാണ് അപകടത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം. സംഭവത്തിൽ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറെ പോലീസ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കുകയും കോടതി ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. മൂന്നാർ എക്കോ പോയിന്റിന് സമീപം കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട വിനോദസഞ്ചാര ബസിന്റെ സ്പീഡ് ഗവേണർ പ്രവർത്തനരഹിതമാക്കിയ നിലയിലായിരുന്നുവെന്ന് മോട്ടോർ വാഹന വകുപ്പ്. അപകടത്തിൽപ്പെട്ട ബസ് ഉയർത്തിയ ശേഷം മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതായി കണ്ടെത്താനായിട്ടില്ലെന്നും റോഡിന്റെ ദിശ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യമില്ലാതെ പോയതും വാഹനത്തിന്റെ വേഗതയും അപകടത്തിനിടയാക്കിയതായി കരുതേണ്ടി വരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു മൂന്നാർ എക്കോ പോയിന്റിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വിനോദസഞ്ചാര ബസ് അപകടത്തിൽപ്പെട്ടത്. 3 വിദ്യാർത്ഥികൾക്ക് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. വാഹനത്തിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. ഈ നിഗമനം ശരിവയ്ക്കും വിധമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. ബസിന്റെ സ്പീഡ് ഗവേണർ പ്രവർത്തനരഹിതമാക്കിയ നിലയിലായിരുന്നുവെന്ന് വാഹനം പരിശോധിച്ച ശേഷം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതായി കണ്ടെത്താനായിട്ടില്ലെന്നും റോഡിന്റെ ദിശ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യമില്ലാതെ പോയതും വാഹനത്തിന്റെ വേഗത അപകടത്തിന് ഇടയാക്കിയതായി കരുതേണ്ടി വരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. മെക്കാനിക്കൽ പരമായിട്ട് വാഹനത്തിന് യാതൊരു തകരാറുമില്ല. ബ്രേക്ക് സിസ്റ്റം ആണെങ്കിലും കുഴപ്പമില്ല, എഫിഷ്യൻ്റ് ആണ്. ടയേഴ്സ് പരിശോധിച്ചു, ടയേഴ്സിൻ്റെ നിലവാരമൊക്കെ വളരെ തൃപ്തികരമായിട്ടുള്ളതാണ്. പിന്നെ അപകടത്തിൽ സംഭവിച്ച കാര്യങ്ങളാണുള്ളത്. സംഭവസ്ഥലം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഈ ദീർഘദൂര യാത്ര നടത്തി വന്ന ശേഷം ഈ റോഡിനെ കുറിച്ചോ അവിടുത്തെ പരിസ്ഥിതികളെ കുറിച്ചോ യാതൊരു ബോധ്യമില്ലാതെ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളതാണ് അനുമാനം. ഇനി കൂടുതലായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ GPS സംവിധാനം 13/2 വരെ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞപ്പം ഇത് ചാർജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടി പരിശോധിക്കപ്പെടേണ്ടതായിട്ടുള്ളത് മനസ്സിലാകുന്നുണ്ട്. കാരണം അത് ഏത് തരത്തിലൊക്കെ എന്തൊക്കെ അലർട്ട് ഇത് ഓവർ സ്പീഡിന് വന്നിട്ടുണ്ടോ, അതോ മറ്റേതെങ്കിലും തരത്തിൽ ഇയാൾ വയലേഷൻസ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ GPS-ൻ്റെ പരിശോധിച്ചാലേ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ നിലവിൽ നോക്കുമ്പോൾ 13/2 വരെയുള്ള ഡാറ്റാസാണ് നമുക്ക് അവൈലബിൾ ആവുള്ളൂ. വാഹനത്തിന്റെ ഡ്രൈവറായ കന്യാകുമാരി സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ബസ് മറിഞ്ഞ് അപകടമുണ്ടായ പ്രദേശം അപകട സാധ്യത നിലനിൽക്കുന്ന
പ്രദേശമാണെന്നും ഇവിടെ അപകട മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കണമെന്ന നിർദ്ദേശം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് റിപ്പോർട്ടായി കൈമാറുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ദേവികുളം താലൂക്കിൽ വന്യമൃഗശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ വനം വകുപ്പിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ മൂന്നാറിലെ CPI പ്രാദേശിക നേതൃത്വം വന്യമൃഗാക്രമണം തടയാൻ വനം വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും വകുപ്പിന്റെ വിനോദസഞ്ചാര വികസന പ്രവർത്തനങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ പുലർത്തുന്നതെന്നും CPI മൂന്നാർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് K. ചന്ദ്രപാൽ കുറ്റപ്പെടുത്തി. ഫലപ്രദമായ ഇടപെടൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ വകുപ്പിന്റെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനം തടഞ്ഞുകൊണ്ടുള്ള സമരങ്ങളിലേക്ക് നീങ്ങുമെന്നും നേതൃത്വം മുന്നറിയിപ്പ് നൽകി. മൂന്നാറടക്കം ദേവികുളം താലൂക്കിൽ വന്യമൃഗശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് മൂന്നാറിലെ CPI പ്രാദേശിക നേതൃത്വം വനംവകുപ്പിനും സർക്കാരിനുമെതിരെ വിമർശനം കടുപ്പിക്കുന്നത്. പ്രതിരോധ നടപടികളുടെ കാര്യത്തിൽ ചർച്ചകൾ മാത്രമാണ് നടക്കുന്നതെന്ന് CPI മൂന്നാർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് K. ചന്ദ്രപാൽ കുറ്റപ്പെടുത്തി. വന്യമൃഗാക്രമണം തടയാൻ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. വനംവകുപ്പിന്റെ വിനോദസഞ്ചാര വികസന പ്രവർത്തനങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ പുലർത്തുന്നത്. ഫലപ്രദമായ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ വകുപ്പിന്റെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനം തടഞ്ഞുകൊണ്ട് സമരങ്ങളിലേക്ക് നീങ്ങുമെന്നും അഡ്വക്കേറ്റ് K. ചന്ദ്രപാൽ മുന്നറിയിപ്പ് നൽകി. ഇരവികുളം നാഷണൽ പാർക്കിലെ രാജമല KFDC പോലുള്ള സ്ഥാപനങ്ങളിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് വനവകുപ്പ് പലതരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നത്. ഈ നാട്ടിലെ പൈസ ഈ ഇതുപോലുള്ള വന്യമൃഗ ആക്രമണത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കുവാൻ ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ പോലും ഈ പൈസകൾ ഉപയോഗിക്കപ്പെടുന്നില്ല. എന്നാൽ ഇപ്പോൾ വനവകുപ്പിന് വരുമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ടൂറിസം വികസന പദ്ധതിയിലേക്കാണ് മുൻഗണന കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് തികച്ചും തെറ്റാണ്. ഈ നാട്ടിലെ ജനങ്ങളെ ആശങ്കയിൽ ആഴ്ത്തിക്കൊണ്ട് ടൂറിസം മാത്രം വനവകുപ്പ് മുന്നിൽ കാണുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ രാജമലയാവട്ടെ KFDCയുടെ ഫ്ലവർ ഗാർഡൻ ആവട്ടെ ഇത്തരം സ്ഥാപനങ്ങളെ സ്തംഭിപ്പിച്ചുകൊണ്ട് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് CPI കടക്കാൻ പോവുകയാണ്. ഈ പ്രക്ഷോഭത്തിലൂടെ ഈ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥരെയും റോഡിൽ തടഞ്ഞു നിർത്തി വലിയ സമരം നടത്തുവാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് എത്രയും വേഗം മൂന്നാറിലെ ആനശല്യത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാനുള്ളത്. വന്യമൃഗ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ അഡ്വക്കേറ്റ് A. രാജ MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം CPI നേതാക്കൾ ഇറങ്ങിപ്പോയിരുന്നു. വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ വനംവകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തില്ലെന്നാരോപിച്ചായിരുന്നു CPIയുടെ പ്രതിഷേധം. അയ്യപ്പൻകോവിൽ മേരികുളത്ത് പുലി എന്ന് സംശയിക്കുന്ന വന്യമൃഗത്തെ കണ്ടതായി നാട്ടുകാർ. ഇതോടെ മുരിക്കാട്ടുകുടി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അയ്യപ്പൻകോവിൽ മേരികുളത്തിനും പരപ്പിനും ഇടയിൽ തോണിത്തടി ഭാഗത്താണ് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. പടന്നമാക്കൽ കുഞ്ഞുമോന്റെ കൃഷിയിടത്തിൽ കുരുമുളക് പറിക്കുന്നതിനിടെ ജോലിക്കാരിയായ കരിപ്പാപ്പറമ്പിൽ ഓമനിയാണ് പുലിയെന്ന് സംശയിക്കുന്ന വന്യമൃഗത്തെ കണ്ടതായി പറഞ്ഞത്. തുടർന്ന് സ്ഥലം ഉടമയെ വിവരമറിയിക്കുകയായിരുന്നുവെന്ന് ഓമന പറയുന്നു. അവിടെ മേളില് പൊടി ഇത് പറിക്കുമായിരുന്നു, മുളക് പറിക്കുമായിരുന്നു. അപ്പോൾ ഈ ചവിട്ട് ഇങ്ങനെ കേട്ടെ, അപ്പോൾ ഇവരാരെങ്കിലും വിറക് പറക്കാനായിട്ടൊക്കെയാണെന്ന് ഓർത്ത് നോക്കിയപ്പോഴത്തേന് പുതിയ ഒരെണ്ണം ഉള്ളൂ, വലിയ മുഴുത്ത ഇതാ. അങ്ങനെ കണ്ടുമ്പോഴത്തേന് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി പൊടിയമ്പണിയിൽ നിന്ന് ഇറങ്ങി വേഗം പോകും. സംഭവം മുരിക്കാട്ടുകുടി ഫോറസ്റ്റ് ഓഫീസിൽ അറിയിച്ചതോടെ റേഞ്ച് ഓഫീസർ NA മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്നാൽ പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകളൊന്നും സ്ഥലത്തുനിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് റേഞ്ച് ഓഫീസർ NA മനോജ് പറഞ്ഞു. നമ്മളിവിടെ രാവിലെ പുലിയുടെ സാദൃശ്യമുള്ളൊരു മൃഗത്തിനെ കണ്ടു എന്ന് പറഞ്ഞ് ഇവർ അറിയിച്ചതിനെ തുടർന്നാണ് ഇവിടെ പരിശോധിക്കാൻ വന്നത്. ഈ മലയുടെ തന്നെ അങ്ങേ ചെരുവിലും ഇതിനു മുമ്പ് ഇങ്ങനെ പുലിയെ കണ്ടു എന്ന് പറഞ്ഞ കാൽപ്പാട് കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പരിശോധിക്കുകയും ക്യാമറ ഒക്കെ സ്ഥാപിച്ച് നിരീക്ഷിച്ചാൽ അവിടെ പുലിയോ എന്ന് അന്ന് കണ്ടെത്തിയിട്ടില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നിരീക്ഷണം നടത്തി ക്യാമറ സ്ഥാപിക്കുകയോ മറ്റു നടപടികളൊക്കെ സ്വീകരിക്കുന്നതായിരിക്കും. കഴിഞ്ഞ കുറച്ചു നാളുകളായി ആലടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ പുലിയുടെ സാന്നിധ്യം ഉള്ളതായി നാട്ടുകാർ പറഞ്ഞു. മൂന്നാറിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുപോത്തിറങ്ങി. മൂന്നാർ ടാറ്റ ആശുപത്രി ക്വാർട്ടേഴ്സിന് സമീപമാണ് കാട്ടുപോത്തിറങ്ങിയത്. കാട്ടുപോത്ത് ഏറെ സമയം ജനവാസ മേഖലയിൽ സ്വൈര്യവിഹാരം നടത്തിയത് ആളുകളിൽ ആശങ്കയുയർത്തി. മൂന്നാർ ടൗണിന് സമീപമാണ് ടാറ്റ ആശുപത്രി ക്വാർട്ടേഴ്സ് ഉള്ളത്. വനത്തിൽ തീറ്റയുടെ ലഭ്യത കുറഞ്ഞതോടെ വന്യമൃഗങ്ങൾ കൂടുതലായി കാടിറങ്ങുകയാണ്. കാട്ടാനകൾക്ക് പുറമെ മൂന്നാറിലെ തോട്ടം മേഖലയിൽ വേനൽ കനത്തതോടെ കാട്ടുപോത്തും ഭീതി പടർത്തുന്ന സാഹചര്യമുണ്ട്. മൂന്നാർ ടാറ്റ ആശുപത്രി ക്വാർട്ടേഴ്സിന് സമീപമാണ് കാട്ടുപോത്തിറങ്ങിയത്. കാട്ടുപോത്ത് ഏറെ സമയം ജനവാസ മേഖലയിൽ സൂര്യവിഹാരം നടത്തിയത് ആളുകളിൽ ആശങ്ക ഉയർത്തി. ദിവസങ്ങൾക്ക് മുമ്പ് നല്ലതണ്ണി ITD മേഖലയിൽ പകൽ സമയത്ത് കാട്ടുപോത്തിറങ്ങിയിരുന്നു. ലയങ്ങൾക്ക് തൊട്ടരികിലൂടെയായിരുന്നു കാട്ടുപോത്തിന്റെ സഞ്ചാരം. നാളുകൾക്ക് മുമ്പ് 2 തവണ മൂന്നാർ ടൗണിൽ പകൽ കാട്ടുപോത്തെത്തി. ജനവാസ മേഖലയിലെത്തുന്ന കാട്ടുപോത്ത് ഇതുവരെ കൂടുതൽ പരാക്രമത്തിന് മുതിരാത്തത് ആശ്വാസമാണ്. അപ്രതീക്ഷിതമായി വന്യമൃഗങ്ങൾ കാടിറങ്ങിയെത്തുന്നത് തൊഴിലാളി കുടുംബങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്.
വന്യമൃഗ ആക്രമണ ഭീഷണി ഭയന്നാണ് തൊഴിലാളികൾ പലയിടങ്ങളിലും ജോലിക്കിറങ്ങുന്നത്. ഇരട്ടി തുക നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്ത കേസിൽ ഒരാളെ ഇടുക്കി പോലീസ് അറസ്റ്റ് ചെയ്തു. കോതമംഗലം സ്വദേശിയും വർഷങ്ങളായി തമിഴ്നാട് ഈറോഡിന് സമീപം താമസിച്ചു വരുന്ന സിറാജുദ്ദീനെയാണ് ഇടുക്കി പോലീസ് അറസ്റ്റ് ചെയ്തത്. മണിയാറൻകുടി സ്വദേശിയിൽ നിന്നും പണം ഇരട്ടിച്ച് നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 7 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഇയാൾ അറസ്റ്റിലായത്. കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് 2 പേർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈ മാസം 17-നാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പരാതിക്കാരനായ മണിയാറൻകുടി സ്വദേശിയെ പരിചയപ്പെട്ട ദിവസങ്ങൾക്ക് ശേഷം പണം കൈമാറുന്നതിനായി കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മുരുകനും സഹായിയും ചെറുതോണിയിലെത്തി ലോഡ്ജിൽ താമസിച്ചു. എന്നാൽ നിശ്ചയിച്ച ദിവസം പണം ലഭിക്കാത്തതിനാൽ പിറ്റേന്ന് പണം തരപ്പെടുത്തുകയും പരാതിക്കാരന്റെ മണിയാറൻകുടിയിലെ വീട്ടിലെത്തി പണം തട്ടിയെടുക്കുകയായിരുന്നു. നോട്ടുകെട്ടുകളെന്ന് തോന്നിപ്പിക്കുന്ന പേപ്പർ ബണ്ടിലുകൾ ഒരു പെട്ടിയിലാക്കി അടച്ചുവെച്ച ശേഷം 16 മണിക്കൂറുകൾക്ക് ശേഷം പണം ഇരട്ടിയാകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇവർ പോയ ശേഷം സംശയം തോന്നി പെട്ടി തുറന്നപ്പോഴാണ് പണത്തിന് പകരം തനിക്ക് ലഭിച്ചത് പേപ്പർ ബണ്ടിലുകളായിരുന്നുവെന്ന് പരാതിക്കാരന് ബോധ്യമായത്. തുടർന്ന് ഇയാൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നുവെന്ന് ഇടുക്കി SI KB രാജേഷ് കുമാർ പറഞ്ഞു. പൈസ എടുത്ത് പൈസയുമായി മുരുകനും ഈ പറഞ്ഞ സോണിയുടെ വീട്ടിലെത്തി. ആ സമയത്ത് തന്നെ രാവിലെ തന്നെ ഈ മുരുകൻ്റെ ഒരു സഹായി എന്ന് പറഞ്ഞ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നോട്ട് ഇരട്ടിക്കാണ്. അയാളും സ്ഥലത്തെത്തി. ഇവർ 2 പേരും കൂടി സോണിയുടെ വീട്ടിലെത്തി. സോണിയോടൊപ്പം സോണിയുടെ വീട്ടിലെത്തി. അവിടെ നിന്ന് ഒരു നോട്ട്, കറൻസി നോട്ടിൻ്റെ സെയിം ആകൃതിയിലുള്ള പേപ്പർ കട്ടിങ്, ഒരു വൈറ്റ് ബ്ലാക്ക് എന്നീ പേപ്പർ കട്ടിങ്, കറൻസി നോട്ട് പോലെ തോന്നിക്കുന്ന, കറൻസി നോട്ട് പോലെയല്ല, കറൻസി നോട്ടിൻ്റെ ആകൃതിയിലുള്ള പേപ്പർ കട്ടിങ് അതിൽ സെല്ലോ ഫൈൻ ടാപ്പ് ചുറ്റി കൊണ്ടിരിക്കുന്ന ഇവർ കൊണ്ടുവന്ന ഒറിജിനൽ നോട്ട് ചുറ്റി സമയം ഇയാളോട് സോണിയോട് വെള്ളം ബക്കറ്റിലെടുത്തുകൊണ്ട് വരാൻ പറയുകയും ആ സമയത്ത് ഈ ഒറിജിനൽ നോട്ട് മാറ്റുകയും ഇവർ കൊണ്ടുവന്ന ആ പൊതി സെല്ലോ ഫൈൻ ടാപ്പ് ചുറ്റിയതിന് ശേഷം ഒരു ഇലക്ട്രിക് വയറിൻ്റെ ഒരു ഭാഗം ഇവരുടെ 2 കവറിൻ്റെ അകത്ത് ബന്ധിപ്പിക്കുകയും ഒരു അറ്റം ഒരു ബക്കറ്റ് ഒരു ലൈന് കലക്കി അതിനകത്തേക്ക് വെച്ചതിന് ശേഷം 16 മണിക്കൂറിന് ശേഷം ഈ നോട്ട് ഇരട്ടിയാകും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇവരുടെ ഒറിജിനൽ 7 ലക്ഷം രൂപ കറൻസിയായിട്ട് ഈ പറഞ്ഞ മുരുകനും അയാളുടെ ഒരു സഹായി തമിഴ്നായിട്ട് കടന്നു. അതിനുശേഷം കേസ് രജിസ്റ്റർ നടത്തിയ അന്വേഷണത്തിൽ ഇവരെ കൂടാതെ ഇതിനൊരു ഇപ്പം നമ്മൾ അറസ്റ്റ് ചെയ്ത 3-ാം പ്രതി ഇവിടെ വരികയും ഇവരെ ഈ സമയത്തിന് ശേഷം 18-ാം തീയതി 16-ാം തീയതി തിരിച്ചുപോയി. 18-ാം തീയതി വീണ്ടും ഈ 17-ാം തീയതി 16-ാം തീയതി തിരിച്ചുപോയി. 17-ാം തീയതി വിളിച്ചു വരുത്തി, വീണ്ടും ഉച്ച സമയം വിളിച്ചു വരുത്തി ഈ പറഞ്ഞ കൃത്യത്തിന് ശേഷം പണവുമായിട്ട് കടന്നു കളയാൻ സഹായിച്ചാണ് ഈ പറഞ്ഞ 3-ാം പ്രതി സിറാജുദ്ദീൻ. മുരുകനെയും സഹായിയെയും സ്ഥലത്തു നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് ഇപ്പോൾ പിടിയിലായ സിറാജുദ്ദീനാണ്. പോലീസ് സംഘം തമിഴ്നാട് ഈറോഡിന് സമീപത്ത് വെച്ചാണ് ഇയാളെ പിടികൂടിയത്. സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. ഇടുക്കി മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് സമിതി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ യോഗം ചേർന്നു. പാറേമാവ് ക്വാർട്ടേഴ്സ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി നൽകാൻ യോഗം തീരുമാനിച്ചു. നടപടി ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കളക്ടർ നിർദ്ദേശം നൽകി. ആശുപത്രിയിലെ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ നിർമ്മാണം 3 മാസം കൊണ്ട് പൂർത്തിയാക്കും. ആശുപത്രി നിർമ്മാണ പ്രവർത്തികൾ ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കരാർ ഏജൻസിയായ കിറ്റ്കോ മാനേജിംഗ് ഡയറക്ടറെ നേരിട്ട് വിളിപ്പിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. പാറേമാവ് ക്വാർട്ടേഴ്സ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് നൽകാൻ യോഗം തീരുമാനിച്ചു. നടപടി ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കളക്ടർ നിർദ്ദേശം നൽകി. തീവ്രപരിചരണ വിഭാഗത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കൽ, കോളേജ് ക്യാമ്പസിനുള്ളിലെ ഇടറോഡുകളുടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കൽ എന്നിവ സംബന്ധിച്ചും യോഗം തീരുമാനം കൈക്കൊണ്ടു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടോമി മാപ്പലാക്കയിൽ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് വർഗീസ്, സമിതി അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തങ്കമണി പുറക്കയം സ്വദേശി പുളിങ്കാലായിൽ മാത്യുവിന്റെ മരണത്തിൽ ദുരൂഹതയുയർന്നതോടെ വിരലടയാള വിദഗ്ധരും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തി. ബുധനാഴ്ചയാണ് മാത്യുവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹത്തിന്റെ ശരീരത്തിലെ 5ഓളം അസ്ഥികൾ ഒടിഞ്ഞതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. തങ്കമണി പുറക്കയം പുളിങ്കാലായിൽ കുഞ്ഞെന്ന് വിളിക്കുന്ന മാത്യുവിനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 78 വയസ്സായിരുന്നു. മാത്യുവിന്റെ ഭാര്യ പാലായിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർക്കൊപ്പം ആശുപത്രിയിൽ നിൽക്കുന്ന തങ്കമണി സ്വദേശിയാണ് മാത്യു മരിച്ച വിവരം അയൽക്കാരെ അറിയിക്കുന്നത്. വിവരമറിഞ്ഞ് തങ്കമണി പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയ ശേഷം മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തുടർന്ന് നടന്ന പരിശോധനയിൽ മാത്യുവിന്റെ വാരിയലിലെ
അസ്ഥികൾക്ക് ഒടിവും ശരീരത്തിൽ ചതവുകളും കണ്ടെത്തി. ഇതോടെ മാത്യുവിന്റെ മകൻ റിജിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. തുടർന്ന് ഫോറൻസിക് സംഘവും പോലീസും വീടിനുള്ളിൽ പരിശോധന നടത്തി. ഫോറൻസിക് റിപ്പോർട്ടും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിച്ചാൽ മാത്രമേ മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരൂ. മാത്യുവിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം തങ്കമണി സെന്റ് തോമസ് ദേവാലയ സെമിത്തേരിയിൽ സംസ്കരിച്ചു. മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകുമെന്ന് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എംപിയാണ് ജാഥ നയിക്കുന്നത്. 24-ാം തീയതി മുതൽ മാർച്ച് 8 വരെ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ പര്യടനം നടത്തും. ജനുവരി 4-ന് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച യാത്ര സെപ്റ്റംബർ 30-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ജില്ലാതല ഉദ്ഘാടനം 24-ന് രാവിലെ 10-ന് മുണ്ടക്കയം കൊക്കയാറിൽ DCC പ്രസിഡന്റ് CP മാത്യു നിർവഹിക്കും. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എംപി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്ര 24-ാം തീയതി ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ കൊക്കയാറിൽ നിന്നും ആരംഭിച്ച് 51 മണ്ഡലത്തിൽ കൂടി കടന്ന് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തൊടുപുഴ സമാപിക്കത്തക്ക രീതിയിലാണ് ഇടുക്കി ജില്ലയിലെ മഹിളാ സാഹസിന്റെ യോഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് മണ്ഡലം തലത്തിൽ എല്ലാ മണ്ഡലത്തിലും മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. വളരെ ഭംഗിയായ രീതിയിൽ മഹിളാ കോൺഗ്രസുകാരെയും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വത്തെയും ഒക്കെ അണിനിരത്തിക്കൊണ്ട് ഒരു വൻപിച്ച വിജയമായിട്ട് പരിപാടിയെ മാറ്റാൻ ഇടുക്കി ജില്ലയിൽ പാർട്ടി നേതൃത്വവും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസും ഒന്നിച്ചു നിന്ന് തന്നെ കമ്മിറ്റികൾ എടുത്ത് അതിന്റെ ആലോചനയുമായിട്ടാണ് മുൻപോട്ട് പോകുന്നത്. 25-ാം തീയതി രാവിലെ ഏലപ്പാറ, വൈകിട്ട് 4-ന് കട്ടപ്പന, 26-ന് രാവിലെ 10-ന് കുമ്മളി, വൈകിട്ട് 4-ന് പാമ്പാടുംപാറ, 28-ന് രാവിലെ 10-ന് നെടുങ്കണ്ടം, മാർച്ച് 2-ന് ഉച്ചയ്ക്ക് 12:30-ന് മൂന്നാർ, 3-ാം തീയതി വൈകിട്ട് 4-ന് അടിമാലി തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. മാർച്ച് 8-ന് വൈകിട്ട് 4-ന് തൊടുപുഴ നഗരസഭാ മൈതാനിയിൽ യാത്ര സമാപിക്കും. വിവിധ മണ്ഡലങ്ങളിലെ പരിപാടികളിൽ KPCC, DCC ഭാരവാഹികൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു, മണിമേഖല മുനിയദാസ്, ശൈലജ ഹൈദ്രോസ്, സിന്ധു വിജയകുമാർ എന്നിവർ പങ്കെടുത്തു. തൊഴിൽ വേതനവും തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ വർദ്ധിച്ചതും പ്രതികൂല കാലാവസ്ഥയിൽ കാർഷിക വിളകളുടെ ഉൽപ്പാദനം കുറഞ്ഞതും ഹൈറേഞ്ചിലെ കർഷകർക്ക് തിരിച്ചടിയായതിനെ തുടർന്നാണ് തൊഴിൽ ദിനവും വേതനവും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. തൊഴിലുറപ്പ് വേതനം 600 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും തൊഴിൽ ദിനങ്ങൾ 200 ആക്കണമെന്നുള്ള ആവശ്യമാണ് തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇരട്ടിയായി വർദ്ധിച്ചതിനെ തുടർന്ന് അവശ്യ വസ്തുക്കൾ വാങ്ങാൻ ഗത്യന്തരമില്ലാത്ത സാഹചര്യമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക്. ഇതുവരെ ഞങ്ങൾ തൊഴിലുറപ്പിൽ 4 മാസത്തോളം വളർന്നിട്ട് ഇതുവരെ ഞങ്ങൾക്ക് പൈസ കയറി വന്നിട്ടില്ല. ഒരു കാലിച്ചായ കുടിക്കാൻ പോലും നമ്മളെ കാശില്ല. അത് ഇതിനു വേണ്ടി സർക്കാർ എന്തെങ്കിലും അത് വേണ്ട പോലെ നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഏലം കൃഷി നശിക്കുകയും ഏലത്തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്നവർക്ക് ജോലികൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് തൊഴിലുറപ്പ് ദിനങ്ങളും വേതനവും വർദ്ധിപ്പിച്ച കൂടുതൽ തൊഴിൽ ചെയ്യാൻ അവസരമുണ്ടാക്കണമെന്നും കാർഷിക ക്ഷീരമേഖലയിലേക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രയോജനം പൂർണ്ണമായി എത്തിക്കണമെന്നും ആവശ്യം ഉയരുന്നത്. ഡിസംബർ വരെയുള്ള എല്ലാ കാലത്തും കൂലിയെല്ലാം കൃത്യമായ ഒരാഴ്ചയിലൊക്കെ ഒന്ന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതിനുശേഷം 2 മാസമായിപ്പോൾ കൂലി ലഭിച്ചിട്ടില്ല. അത് അടിയന്തരമായിട്ട് കിട്ടാനുള്ള നടപടി ഉണ്ടാകണം. അതുപോലെ തന്നെ അടുത്ത വർഷം പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ കാർഷിക മേഖലയിലേക്കും ക്ഷീര മേഖലയിലേക്കും ആ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. അപ്പം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും ഭയങ്കരമായിട്ട് വില കൂടി, ഇരട്ടിയിലധികമായിട്ട് വില കൂടി. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് 346 രൂപയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്നും വാങ്ങാൻ പോലും തികയത്തില്ലാത്ത അവസ്ഥയാണ്. 2024-ലെ ക്രിസ്തുമസിന് ശേഷം തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ടില്ല. ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് ചെയ്ത തൊഴിലിന്റെ വേതനം 10 ദിവസത്തിനുള്ളിൽ ലഭിച്ചുകൊണ്ടിരുന്നതാണ്. ഡിസംബറിന് ശേഷം 2 മാസമായി വേതനം ലഭിക്കാത്തതിനാൽ തൊഴിലാളികൾ ബുദ്ധിമുട്ടിലാണ്. വിഷയത്തിൽ അടിയന്തരമായി പ്രശ്നപരിഹാരമുണ്ടാക്കണമെന്നും കാർഷിക മേഖലയായ ഇടുക്കിയിൽ അടുത്ത വർഷത്തെ പദ്ധതികൾ ആരംഭിക്കുമ്പോൾ കാർഷിക ജോലികൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്നതുമാണ് തൊഴിലാളികളുടെ ആവശ്യം. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിൽ സ്വകാര്യ വ്യക്തി കയ്യേറിയ 8.5 സെന്റ് സ്ഥലത്ത് റവന്യൂ വകുപ്പ് സ്ഥാപിച്ച സർവേ കല്ലുകൾ സ്വകാര്യ വ്യക്തി പിഴുതു കളഞ്ഞതായി പരാതി. സംഭവത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയെ തുടർന്ന് ഉപ്പുതറ പോലീസ് കേസെടുത്തു.
അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മാട്ടുക്കട്ടയിലെ 8.5 സെന്റ് സ്ഥലം സ്വകാര്യ വ്യക്തി 60 വർഷത്തിലേറെയായി കയ്യേറിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പഞ്ചായത്തും കളക്ടറും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് കയ്യേറ്റം ഒഴിപ്പിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് AL സതീശൻ നൽകിയ പരാതിയെ തുടർന്ന് താലൂക്ക് സർവേയർ അനിൽ D നായരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം പരിശോധിക്കുകയും കയ്യേറ്റം നടന്നതായി കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് പഞ്ചായത്ത് സർവേ കല്ലിട്ട് കോൺക്രീറ്റ് ചെയ്ത സ്ഥലം തിരിച്ചുപിടിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം സ്വകാര്യ വ്യക്തി കോടതിയിൽ നിന്നും 1 മാസത്തേക്കുള്ള സ്റ്റേ വാങ്ങിയതിനു ശേഷം സർവേ കല്ലുകൾ പിഴുതുകളഞ്ഞതായാണ് പരാതി. ഈ സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ ഉപ്പുതറ പോലീസ് കേസെടുത്ത് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പഞ്ചായത്തിന്റെ വക സ്ഥലം റവന്യൂ ഉദ്യോഗസ്ഥർ വന്ന് പഞ്ചായത്തിന്റെ ആയിട്ട് അളന്ന് തിരിച്ച് കല്ലിട്ട കല്ല് സർവേക്കല്ല് ഇന്നലെ രാത്രിയോടുകൂടി ഈ സ്വകാര്യ വ്യക്തി അത് എടുത്ത് കളഞ്ഞിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറി ഉപ്പുതറ പരാതി കൊടുത്തതിൻ്റെ ഫലമായിട്ട് പോലീസും CA വന്ന് അന്വേഷിക്കുകയാണ്. വർഷങ്ങളായിട്ട് ഇവൻ കൈയേറ്റം ചെയ്ത ഭൂമിയാണ്. അത് ഈ അടുത്ത കാലത്താണ് അളന്ന് തിരിച്ച് സർക്കാരിൻ്റെ സ്ഥലം, പഞ്ചായത്തിൻ്റെ സ്ഥലം സർക്കാരിൻ്റെ വ്യക്തിയിൽ നിന്ന് ഈ സ്ഥലം തിരിച്ചു പിടിച്ചത്. അപ്പോൾ അത് കണ്ട കല്ലെല്ലാം എടുത്ത് മാറ്റിയിട്ടിരിക്കുക. അത് ഇനിയിപ്പോൾ എത്രയോ കാലം കോടതിയിൽ പോയാലും കാര്യമില്ല. കാരണം രേഖകൾ മൊത്തം പഞ്ചായത്തിൻ്റെ അനുകൂലമുള്ള ഇതാണ്. വർഷങ്ങളായിട്ട് പഞ്ചായത്തിൻ്റെ സ്ഥലം എൻ്റെ കയ്യിലായിരുന്നു. അത് കൃത്യമായിട്ട് അളന്നു തിരിച്ച് ഏതായാലും പഞ്ചായത്തിന് അനുകൂലമായിട്ട് ലഭിക്കുന്ന സ്ഥലമാണ്. പരിശോധനയിൽ സർവേ കല്ലുകൾ പിഴുതുമാറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ സ്വകാര്യ വ്യക്തിക്കെതിരെ ഉപ്പുതറ പോലീസ് കേസെടുത്തു. അയ്യപ്പൻകോവിൽ ക്ഷേത്രം ഭരണസമിതിക്കെതിരെ വ്യാജ പരാതി തയ്യാറാക്കിയതായി കണ്ടെത്തൽ. അയ്യപ്പൻകോവിൽ കൂനമ്പാറയിൽ മാത്യു ജോസഫിന്റെ പേരിലാണ് SP-ക്ക് പരാതി അയച്ചത്. എന്നാൽ പരാതി ലഭിക്കേണ്ട SP-യുടെ അഡ്രസ് എഴുതേണ്ട സ്ഥലത്ത് അയക്കുന്നയാളിന്റെ അഡ്രസ് എഴുതിയതിനാൽ പരാതി മാത്യു ജോസഫിന് തന്നെ ലഭിച്ചു. ഇതോടെ മാത്യു ഉപ്പുതറ പോലീസിൽ പരാതി നൽകി. അയ്യപ്പൻകോവിൽ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചതു മുതൽ പരാതി പ്രളയമാണ്. ഇതിനെയെല്ലാം അതിജീവിച്ചാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇപ്പോൾ ശിവരാത്രി ഉത്സവത്തിനെതിരെയാണ് വ്യാജ പരാതി ഉയർന്നിരിക്കുന്നത്. ഇതര മതസ്ഥരുടെ പേരിൽ പരാതി അയച്ച് വർഗീയ സംഘർഷം ഉണ്ടാക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്ന് വ്യാജ പരാതിയിൽ പറയുന്ന മാത്യു ജോസഫ് പറയുന്നു. ഈ പരാതിയുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. തന്നെ സമൂഹത്തിൽ മോശക്കാരനാക്കുകയാണ് ഇതിനു പിന്നിൽ ലക്ഷ്യം. ഭാഗ്യം തുണിച്ചതുകൊണ്ടാണ് തന്റെ കയ്യിൽ തന്നെ പരാതി തിരികെ ലഭിച്ചത്. കവറിലെ അഡ്രസ് എഴുതിയ കൈവശം സുപരിചിതമാണെന്നും അതിന് ആളെ കണ്ടെത്താൻ വിഷമമില്ല എന്നും വിഷയത്തിൽ ഉപ്പുതറ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും മാത്യു ജോസഫ് പറയുന്നു. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു മനസ്സറിവുമില്ല. ഈ പരാതി എന്ന് പറഞ്ഞാൽ അയ്യപ്പൻകോവിലെ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. ക്ഷേത്രം ഭരണസമിതിക്കെതിരെ ഉള്ള ഒരു പരാതിയാണ്. അവിടെ നടത്തുന്ന അനധികൃതമായി പല പരിപാടികളും നടത്തുന്നു എന്നാണ് അതിൽ ആരോപിച്ചിരിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും വാസ്തവമുള്ളതോ എനിക്കിതുമായി യാതൊരു ബന്ധവുമുള്ളതല്ല. ഭരണസമിതിയായിട്ടും ഭരണസമിതി പ്രസിഡന്റുമായിട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അന്യമതത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ പേരിൽ പരാതി ആയി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഗൗരവം വളരെ വലുതായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഇത് വളരെ ആസൂത്രിതമായിട്ട് കാലങ്ങളായിട്ട് തന്നെ എനിക്കെതിരെ നടത്തുന്ന ഒരു ദുഷ്പ്രചരണമാണ്. ക്ഷേത്രം ഭരണസമിതിക്കെതിരെയും ഭരണസമിതി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പൂർണ്ണ സംതൃപ്തനാണ് ഞാൻ. അവിടെ നടത്തുന്ന എല്ലാ കാര്യങ്ങളിലും എല്ലാവിധ പിന്തുണയും വാക്കാലും പ്രവർത്തിയാലും എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. ഇത് മറ്റാരോ എന്നെ മനഃപൂർവ്വം ഇത് മതപരമായിട്ടും വ്യക്തിപരമായിട്ടും നമ്മളെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയും മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും മാത്രമാണ് ഇങ്ങനെയൊരു കത്തയച്ചിരിക്കുന്നത്. പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ജാതിമത വ്യത്യാസമില്ലാതെ ആളുകൾ എത്തുന്നുണ്ട്. ക്ഷേത്രത്തിന് അഭിവൃദ്ധിക്കായിട്ട് മറ്റു മതസ്ഥരും ശ്രമം നടത്തുമ്പോഴാണ് ചിലർ ഇതിനെയെല്ലാം തകർക്കാൻ ശ്രമിക്കുന്നത്. അയ്യപ്പൻകോവിൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതിപുരാതനമായ ക്ഷേത്രമാണ്. അവിടെ ശിവരാത്രി ആഘോഷം വളരെ ഗംഭീരമായി നടത്തപ്പെടുന്നു. കേരളത്തിലെ തന്നെ എണ്ണമറ്റ 5 ക്ഷേത്രങ്ങളൊന്നാണ് അയ്യപ്പൻകോവിൽ ക്ഷേത്രം. അപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങൾ തല്ലി തീർക്കാൻ വേണ്ടി ചില കുബുദ്ധികൾ നടത്തിയ ശ്രമത്തിൻ്റെ ഫലമാണിത്. പക്ഷെ അതിന് മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളുടെ പേരിൽ ഇങ്ങനെ വ്യാജപരാതി അയക്കുകയും ഇത് ദൈവം സത്യം പഠിച്ചിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു വർഗീയ സ്പർദ്ധയും അതുപോലെ വർഗീയ സംഘർഷമൊക്കെ അത്ര നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തരം നടപടി ഇനി ആവർത്തിക്കാൻ പറ്റില്ല. ഇത്ര ആൾക്കാരെ കണ്ടെത്തി വിളിച്ചു തോന്നുന്നതാണ് പറയാനുള്ളത്. മാത്യു ജോസഫിന്റെ പേരിൽ വ്യാജപരാതി അയച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട മാത്യു ജോസഫ് പോലീസിൽ പരാതി നൽകി. തുടർന്ന് കോടതിയിലും നിയമ നടപടികൾ നടത്തുമെന്ന് മാത്യു ജോസഫ്, അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ എന്നിവർ പറഞ്ഞു.
വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നവർക്ക് 3 മുതൽ 7 കൊല്ലം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്നും ഇക്കാര്യം എല്ലാവരും മനസ്സിലാക്കണമെന്നും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ജില്ലാ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഉപവകുപ്പ് 9 പ്രകാരം വേട്ടയ്ക്ക് തുല്യമായിട്ടാണ് വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നതിനെ കണക്കാക്കുന്നത്. ഹോൺ അടിച്ചും വാഹനം ഇരപ്പിച്ചും മറ്റും വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നത് ജാമ്യമില്ലാത്ത കുറ്റമാണ്. അതിനാൽ എല്ലാവരും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ വ്യക്തമാക്കി. അതിഥി തൊഴിലാളികളെ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ തൊഴിൽ, വിദ്യാഭ്യാസ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് യോഗം നിർദ്ദേശം നൽകി. ജില്ലയിലെ അറവുശാലകളെ സംബന്ധിച്ച് കൃത്യമായ കണക്കെടുക്കണം. ബാലവേല സംബന്ധിച്ച് എല്ലാ പഞ്ചായത്തുകളിലും ബോധവൽക്കരണം നടത്തണം. പ്ലാന്റേഷനുകളിൽ നോട്ടീസ് നൽകണം. ശിശുക്ഷേമ സമിതി, തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം. മഴക്കാലത്തിന് മുൻപുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണം. ജില്ലയിലെ മറ്റ് വികസന പദ്ധതികളെക്കുറിച്ചും യോഗം വിലയിരുത്തി. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അധ്യക്ഷയായിരുന്നു. ഡീൻ കുര്യാക്കോസ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡാരിച്ചൻ നീർണാകുന്നേൽ, ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ TP സുദേശ്, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ശാരീരിക വെല്ലുവിളി നേരിടുന്ന ലോട്ടറി വ്യാപാരിയുടെ പെട്ടിക്കട സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. ചേറ്റുകുഴി സ്വദേശി ഇഞ്ചനാൽ ആന്റണി ഉപജീവന മാർഗത്തിനായി ലോണെടുത്ത് ആരംഭിച്ച പെട്ടിക്കടയാണ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. സംഭവത്തിൽ 4 പേർക്കെതിരെ പോലീസിൽ പരാതി നൽകി. ചേറ്റുകുഴി ഇഞ്ചനാൽ ആന്റണി അഗസ്റ്റിൻ 3 വർഷമായി ചേറ്റുകുഴി ടൗണിൽ ലോട്ടറിയും നിത്യോപയോഗ സാധനങ്ങളും കച്ചവടം ചെയ്തു വന്ന ഉന്തുവണ്ടിയാണ് സാമൂഹ്യവിരുദ്ധർ കഴിഞ്ഞ 20 രാത്രി നശിപ്പിച്ചത്. സംഭവത്തിൽ ചേറ്റുകുഴി സ്വദേശികളായ പൂവത്തൂർ ജെയ്സൺ, മാമച്ചൻ, തോമസ്, കണ്ണാടിക്കൽ ബിനു എന്നിവർക്കെതിരെ കമ്പമട്ട് പോലീസിൽ പരാതി നൽകി. എൻ്റെ പപ്പ ആദ്യം കൂലിവേല ചെയ്താണ് ഞങ്ങളുടെ ജീവിത മാർഗം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം പപ്പായ്ക്ക് വീട്ടിൽ ചെറിയ അപകടം പറ്റിയായിരുന്നു. ഗ്യാസ് അപകടമാണ് ഉണ്ടായത്. അപ്പോൾ 50 പൊള്ളലായിട്ട് വീട്ടുമാറ്റി മാതാ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. അപ്പോൾ ചികിത്സ തുടർന്ന് ഞങ്ങൾക്ക് സഹായങ്ങൾ കിട്ടിയത് പള്ളിയുടെ വീണ്ടും ഓരോ സുഹൃത്തുക്കളുടെ ഞങ്ങൾക്ക് സഹായം കിട്ടിയത്. ഇങ്ങനെ പോയാലും 1 മാസം തന്നെ കിടപ്പത് 8 ലക്ഷം ചിലവായി. അപ്പോൾ ഈ പൈസ എല്ലാം ഉണ്ടായി കഴിഞ്ഞിപ്പം കുറച്ച് പൈസ മിച്ചമുണ്ടെങ്കിൽ ഞങ്ങളൊരു ജീവിതമാർഗത്തിന് വേണ്ടി ഒരു കട തുടങ്ങിയായിരുന്നു ചേറ്റുകുഴി സിറ്റിയിൽ, മറ്റേ റീത്തുപള്ളിയുടെ ഇടസൈഡിലായിട്ട് ലോട്ടറി കടയായിരുന്നു. അപ്പം അത് കാറ്റിൻ്റെ ഇഷ്യൂ കാരണം പപ്പയ്ക്ക് വയ്യാത്ത കാരണം അത് മാറ്റി വെക്കണമെന്ന് പറഞ്ഞ് പള്ളിക്കാർ വിഷയം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ആദ്യം ഒരു അച്ഛൻ, മറ്റേ വർഗീസ് എന്ന് പറഞ്ഞ അച്ഛൻ്റെ പെർമിഷനോടെ ഞങ്ങൾ അവിടെ ഇരിക്കാം. 3 വർഷത്തോടെ ഞങ്ങൾ കടയായിട്ട് ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തുരുമ്പടിച്ചത് പോയപ്പോഴത്തേനും കടയിൽ പുതുക്കി പണ്ടായിരുന്നു. പുതുക്കി പണ്ടപ്പോഴത്തേനും എന്തുവാ കുറച്ച് സ്നാക്സും കുറച്ച് കുടിവെള്ളം അങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചായിരുന്നു. ഇത് പള്ളി കമ്മിറ്റിക്കാർ വന്ന് പറഞ്ഞു എന്നെ വിപുലമായിട്ട് പണിതിട്ടുണ്ട്. അപ്പോൾ ഇത് പള്ളിക്ക് ഭയങ്കര എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീഷണിപ്പെടുത്തി. പപ്പയോട് പറഞ്ഞു എന്നാ ഇത് മാറ്റിയില്ല, 15 പൊക്കം നിന്നെ പൊക്കം വിടുന്നു പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയായിരുന്നു. അപ്പം പപ്പയ്ക്ക് അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഞങ്ങൾ ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ പപ്പയാണ് ഞങ്ങൾ കുടുംബമായിരുന്നു നോക്കുന്നത്. ബാങ്കിൽ ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ കട തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം അമ്മയ്ക്ക് ഒന്നാമത്തെ വയ്യാത്തതാണ്. അമ്മയ്ക്ക് ഒരു മാനസിക ബുദ്ധിമുട്ട് നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വയ്യാത്തതാണ്. പിന്നെ പെങ്ങളുടെ കാര്യം നോക്കണം, എൻ്റെ കാര്യം നോക്കണം, പപ്പ മാത്രമേ ഉള്ളൂ വീട്ടിലെ കാര്യം നോക്കണമെങ്കിലും. അപ്പം ഇങ്ങനെ ദ്രോഹം ചെയ്തപ്പം ഇപ്പം കട കണ്ടാലും വേസ്റ്റ് വഴി കൊണ്ടിട്ടൊക്കെ ഒരു കട ഇപ്പം കിടക്കുന്ന അവസ്ഥ കണ്ട സങ്കടം വരും കണ്ടിട്ട് തന്നെ. പിന്നെ ഒരു നീതി കിട്ടുന്ന കാര്യം ഞങ്ങൾ എന്തായാലും മുന്നോട്ട് തന്നെ പോകാനിരിക്കുക. 4 വർഷം മുമ്പ് തീപ്പൊള്ളലേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ആന്റണി സുമനസുകളുടെ സഹായത്തോടെയാണ് ചേറ്റുകുഴി മലങ്കര കത്തോലിക്ക പള്ളിയോട് ചേർന്ന റോഡ് പുറമ്പോക്കിൽ പെട്ടിക്കടയിൽ ലോട്ടറി വ്യാപാരം തുടങ്ങിയത്. ആഴ്ചകൾക്ക് മുമ്പ് ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത 50,000 രൂപയുടെ നിത്യോപയോഗ സാധനങ്ങളും വാങ്ങിയിരുന്നു. എന്നാൽ ഉന്തുവണ്ടി മാറ്റണമെന്നാവശ്യപ്പെട്ട് 2 ആഴ്ച മുമ്പ് കുറ്റാരോപിതർ ഭീഷണിപ്പെടുത്തിയതായി ആന്റണി പറയുന്നു. 21-ന് രാവിലെ എത്തിയപ്പോൾ ഉന്തുവണ്ടി സ്ഥലത്തുണ്ടായിരുന്നില്ല. തിരച്ചിലിൽ കുറ്റിക്കാട്ടിൽ നിന്നുമാണ് കേടുപാടുകൾ വരുത്തിയ നിലയിൽ ഉന്തുവണ്ടി കണ്ടെത്തിയത്. ഇതോടെ നിർധന കുടുംബത്തിന് ഉപജീവന മാർഗം നിലച്ചു. ആന്റണിയുടെ ഭാര്യ മാനസികാരോഗ്യ ചികിത്സയിലാണ്. 2 മക്കൾ വിദ്യാർത്ഥികളും. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ലോട്ടറി വ്യാപാരം നടത്താൻ അനുവദിക്കണമെന്നും നഷ്ടപരിഹാരം ലഭിക്കണമെന്നുമാണ് ആന്റണി ആവശ്യപ്പെടുന്നത്. വാർത്താ സമ്മേളനത്തിൽ ആന്റണി അഗസ്റ്റിൻ, മകൻ എബിൻമോൻ ആന്റണി, S ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു. 11 വയസ്സുകാരിയെ ശാരീരികമായി ഉപദ്രവിച്ച കേസിൽ 50-കാരൻ അറസ്റ്റിൽ. അണക്കര സ്വദേശി രാജു ചാക്കോയെയാണ് വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൈൽഡ് ലൈൻ നൽകിയ റിപ്പോർട്ട് പ്രകാരമാണ് അറസ്റ്റ്. ചൈൽഡ് ലൈൻ അധികൃതർ വെള്ളത്തുവൽ പോലീസിന് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അണക്കരയിൽ പൂക്കട നടത്തുന്ന രാജു ചാക്കോ അറസ്റ്റിലായത്. പൂപ്പാറ സ്വദേശിയും ഇയാളുടെ സുഹൃത്തുമായ സ്ത്രീയുടെ മകളെയാണ് പലതവണയായി ഉപദ്രവിച്ചത്. വെള്ളത്തുവൽ സ്വദേശിനിയായ സ്ത്രീ ഇയാളെ സഹായിക്കാനായി അണക്കരയിൽ എത്താറുണ്ടായിരുന്നു. അവധി സമയങ്ങളിൽ അണക്കരയിലെത്തുമ്പോൾ ഇയാൾ ഉപദ്രവിച്ചിരുന്നതായി കൗൺസിലിംഗിനിടെ കുട്ടി വെളിപ്പെടുത്തി. ഇതേ തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതർ വെള്ളത്തുവൽ പോലീസിൽ റിപ്പോർട്ട് നൽകുകയായിരുന്നു. തുടർന്ന് കേസ് വണ്ടൻമേട് പോലീസിന് കൈമാറി. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു.
കട്ടപ്പന നഗരസഭ നത്തുകല്ലിൽ പുതുതായി ആരംഭിച്ച അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. ഇടുക്കി എം.പി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമ നഗര പ്രദേശങ്ങളിലെ ആരോഗ്യ പരിപാലന രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സെന്റർ ആരംഭിച്ചത്. നാടിന്റെ എല്ലാ മേഖലകളിലുമുള്ള പുരോഗതി വിലയിരുത്തുമ്പോൾ ആരോഗ്യരംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞതായി ഉദ്ഘാടന പ്രസംഗത്തിൽ ഡീൻ കുര്യാക്കോസ് എം.പി. പറഞ്ഞു. രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലിന്റെ ഭാഗമായാണ് ഇത്തരം വെൽനസ് സെന്ററുകൾ ആരംഭിക്കുന്നതെന്നും എം.പി. പറഞ്ഞു. ഏറ്റവും വലിയൊരു വികസന പദ്ധതി ആയിട്ട് കൂടിയാണ് ഈ വെൽനസ് സെന്ററുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിന് നേതൃത്വം വഹിച്ച മുനിസിപ്പൽ ഭരണസമിതിയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് മുനിസിപ്പൽ കൗൺസിലർ ശ്രീ രാജൻ കലാശ്വാർ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങളിൽ വ്യക്തിപരമായി എന്നോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് ഇവിടുത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. വളരെ കാര്യക്ഷമമായ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ പ്രാദേശിക വികസനത്തിന് വേണ്ടി എം.പി. ഫണ്ട് വളരെ പരിമിതമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൗൺസിലേഴ്സ് എല്ലാവർക്കും അറിയാം. ഏതെല്ലാം തലത്തിൽ നമ്മൾ നോക്കിയിട്ടാണ് കുറച്ച് പൈസയൊക്കെ ഓരോ തലത്തിൽ കൊടുക്കുന്നത് എന്നുള്ളത് അറിയാം. എല്ലാ വാർഡുകളിലും ധാരാളം വിഷയങ്ങളുണ്ട്. രാജൻചേട്ടൻ്റെ വിഷയം ഞങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കുന്നതാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. നഗരസഭയുടെ നേതൃത്വത്തിൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ സഹകരണത്തോടെയാണ് നഗര ജനകീയാരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 6 വരെ ഇവിടെ സേവനം ലഭ്യമാകും. ഒരു മെഡിക്കൽ ഓഫീസർ, 2 സ്റ്റാഫ് നഴ്സ്, ഒരു ഫാർമസിസ്റ്റ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്നിവർ അടങ്ങുന്ന ടീമാണ് ഇവിടെയുള്ളത്. പൊതുജനങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇവിടെ എത്തി ചികിത്സ തേടാം. കൂടുതൽ ചികിത്സ ആവശ്യമാകുന്ന വേളയിൽ താലൂക്ക്, ജില്ലാ ആശുപത്രികളിലേക്ക് ഇവിടെ നിന്ന് റെഫർ ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായി. ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കയാസ് മുഖ്യപ്രഭാഷണം നടത്തി. DMO ഡോക്ടർ സുരേഷ് വർഗീസ്, കട്ടപ്പന താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി, നഗരസഭാ കൌൺസിലർമാർ, നാട്ടുകാർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPM 25-ാം തീയതി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തുന്ന ഉപരോധത്തിന് മുന്നോടിയായുള്ള പീരുമേട് ഏരിയാതല കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. 20 മുതൽ 23 വരെയാണ് ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. CPM പീരുമേട് ഏരിയ സെക്രട്ടറി S. സാബു ക്യാപ്റ്റനായുള്ള കാൽനട പ്രചരണ ജാഥയ്ക്കാണ് തുടക്കമായിരിക്കുന്നത്. കുമളി വെള്ളാരംകുന്നിൽ നിന്നും ആരംഭിച്ച ജാഥ മുരിക്കടി 1-ാം മൈൽ, കുമളി ടൗൺ, ചോറ്റുപാറ, 62-ാം മൈൽ, വാളാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി മ്ലാമലയിൽ സമാപിച്ചു. തുടർന്ന് 2-ാം ദിവസം വള്ളക്കടവിൽ നിന്നും ആരംഭിച്ച കറുപ്പുപാലം, കക്കിക്കവല, പെരിയാർ ടൗൺ, മഞ്ചുമല, അർണക്കൽ എന്നിവിടങ്ങളിലൂടെ പര്യടനം നടത്തി. നിരവധിയായ നൂറുകണക്കായ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ ഒരു കൊച്ചു ജില്ലയായ വയനാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ആ ജീവിച്ചിരിക്കുന്നവരെ അവരെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ ഗവൺമെന്റ് എല്ലാ തരത്തിലും തയ്യാറായി വന്നപ്പോൾ ഈ ദുരന്തം ഒരു ദേശീയ ദുരന്തമായി നിങ്ങൾ കാണണം, അംഗീകരിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് കേരള സംസ്ഥാനത്തെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ വന്ന് പ്രധാനമന്ത്രി വന്നുകൊണ്ട് ആശുപത്രി സന്ദർശിച്ചു. പിള്ളേരെ പിടിച്ച് കയ്യിലെടുത്തുകൊണ്ട് ലാളിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തു പോയതല്ലാതെ 1 രൂപ പോലും ഈ ബഡ്ജറ്റിൽ ഈ കേരളത്തിന് വേണ്ടിയോ വയനാടിനു വേണ്ടിയോ നീക്കിവെക്കാൻ തയ്യാറാകാത്ത ഒരു കേന്ദ്ര ഗവൺമെന്റാണ്. വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും നിരവധി പ്രവർത്തകരാണ് കാൽനട പ്രചരണ ജാഥയിൽ പങ്കെടുക്കുന്നത്. 25-ാം തീയതി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിലാണ് ഉപരോധ സമരം നടക്കുക. ഹൈറേഞ്ചിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നായ കട്ടപ്പന പേഴുങ്കവല പാക്കനാർക്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം 26-ന് നടക്കും. തന്ത്രി മഹാദേവൻ നമ്പൂതിരി, മേൽശാന്തി അദ്വൈത് മന്നിക്കൽ, ശാന്തിമാരായ സുബിൻ ബൈജു, അഭിലാഷ് എന്നിവർ കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുലർച്ചെ 4 മണിക്ക് പള്ളി ഉണർത്തൽ, 4:05 നിർമാലി ദർശനം, 6-ന് മഹാഗണപതി ഹോമം, 7 മണിക്ക് മഹാമൃത്യുഞ്ജയ ഹോമം, ശിവപൂജ, 7:30 മുതൽ ശിവപുരാണ പാരായണം, 10 മണിക്ക് കലശപൂജ, ഉച്ചയ്ക്ക് 12:30 കലശാഭിഷേകം, തുടർന്ന് മഹാപ്രസാദമുട്ട എന്നിവ നടക്കും. വൈകിട്ട് 6:30 വിശേഷാൽ ദീപാരാധന, 7 മണിക്ക് സർപ്പബലി, 7:30 അത്താഴപൂജ, 8 മണിക്ക് പൂമൂടൽ, 9-ന് ഭൈരവി പൂജ, രാത്രി 10-ന് പടയണി പൂജ, 12-ന് യാമപൂജ എന്നിവയും നടക്കും. 27-ാം തീയതി രാവിലെ 6 മുതൽ പിതൃബലിതർപ്പണം നടക്കും. ഉത്സവത്തിന് മുന്നോടിയായുള്ള കലവറ നിറയ്ക്കൽ 24-ന് വൈകിട്ട് 6:30 നടക്കും. തന്ത്രി മഹാദേവൻ നമ്പൂതിരി, മേൽശാന്തി അദ്വൈത് മന്നിക്കൽ, ശാന്തിമാരായ സുബിൻ ബൈജു, അഭിലാഷ് എന്നിവർ കാർമ്മികത്വം വഹിക്കും. കട്ടപ്പന പേഴുങ്കവല പാക്കനാർക്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം
2025 ഫെബ്രുവരി 26 ബുധനാഴ്ച, അതായത് മലയാള മാസം അനുസരിച്ച് 1200 ആണ്ട് കുംഭമാസം 14 പൂർവാധികം മംഗളകരമായിട്ട് ആചാരകർമ്മനിഷ്ഠയോടെ നടത്തപ്പെടുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാ ഭക്തജനങ്ങളെയും ഈ മഹാശിവരാത്രി മഹോത്സവത്തിൽ ഭാഗമാകുന്നതിന് വേണ്ടി, മഹാദേവന്റെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അന്നേ ദിവസം നടക്കുന്ന പ്രധാന ചടങ്ങുകൾ മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, കലശപൂജ, മഹാപ്രസാദമുട്ട്, പൂമൂടൽ, കലവറ നടക്കൽ, ഭൈരവി പൂജ, പടയണി പൂജ, സർപ്പബലി, യാമപൂജ, പിതൃതർപ്പണം. ഇതാണ് പ്രധാനമായിട്ടും നടക്കുന്ന ചടങ്ങുകൾ. ക്ഷേത്രം പ്രസിഡന്റ് മനോജ് കാഞ്ഞിരക്കാട്ട്, സെക്രട്ടറി ബിനു കുറ്റൂർ, വൈസ് പ്രസിഡന്റ് രാഹുൽ ചെമ്മരപ്പള്ളിയിൽ, ജോയിന്റ് സെക്രട്ടറി ശരത് പുളിക്കൽ, കൺവീനർ മണി കായപ്ലാക്കൽ, ജോയിന്റ് കൺവീനർമാരായ മനീഷ് പാറയിൽ, രാജേഷ് കുഞ്ചുവീട്ടിൽ, രക്ഷാധികാരി ടിജി എം രാജു എന്നിവർ നേതൃത്വം നൽകും. വാർത്താസമ്മേളനത്തിൽ അദ്വൈത് മന്നിക്കൽ, ബിനു കുറ്റൂർ, സജി കുറ്റൂർ, മനീഷ് പാറയിൽ എന്നിവർ പങ്കെടുത്തു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ക്ഷയരോഗ നിവാരണ സമ്പർക്ക യാത്രയ്ക്ക് വണ്ടിപ്പെരിയാറിൽ തുടക്കം കുറിച്ചു. വണ്ടിപ്പെരിയാർ, വണ്ടൻമേട് ഭാഗങ്ങളിലെ തോട്ടം തൊഴിലാളികൾക്കായി ക്ഷയരോഗ ബോധവൽക്കരണവും സ്ക്രീനിംഗ് ക്യാമ്പുകളും നടത്തി. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ക്ഷയരോഗ നിവാരണ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് തോട്ടം മേഖല കേന്ദ്രീകരിച്ച രോഗലക്ഷണമുള്ള ആളുകളുടെ കഫം സാമ്പിളുകൾ എടുത്ത വിദഗ്ധ പരിശോധന നടത്തി രോഗനിർണയം നടത്തുന്നത്. ആരോഗ്യവകുപ്പ് രോഗനിവാരണ വിഭാഗം ജീവനക്കാരും വണ്ടൻമേട്, വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ പൊതുജനാരോഗ്യ വിഭാഗം ജീവനക്കാരും സംയുക്തമായാണ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പുറ്റടി ഹോളിക്രോസ് കോളേജിലെ NSS വോളണ്ടിയേഴ്സും അധ്യാപകരും സജീവമായി പരിപാടിയിൽ പങ്കെടുത്തു. വണ്ടൻമേട്ടിൽ നിന്നും ആരംഭിച്ച പരിപാടി MK സ്കറിയ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ TB ഓഫീസർ ഡോക്ടർ ആശിഷ് മോഹൻകുമാർ സന്ദേശം നൽകി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടത്തുന്ന ക്ഷയരോഗ നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള 100 ദിന കർമ്മ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ കേരളത്തിലും ഇടുക്കിയിലും ക്ഷയരോഗത്തിനുള്ള അവയർനെസ്, ക്ഷയരോഗത്തെ പറ്റിയുള്ള അവബോധവും ആ ലക്ഷണങ്ങളുള്ളവരെ കണ്ടെത്തി സ്ക്രീൻ ചെയ്ത് കണ്ടെത്തി കഫപരിശോധന നടത്തി നമ്മൾ നേരത്തെ തന്നെ ക്ഷയരോഗികളെ കണ്ടുപിടിച്ച് അവർക്ക് ചികിത്സ കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2025 കൂടി ക്ഷയരോഗ നിവാരണം എന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ നിക്ഷയ് സമ്പർക്ക യാത്ര തുടങ്ങുകയാണ്. ഡോക്ടർ അയ്യപ്പദാസ്, വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ അനിൽകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ബോബി ഇ ചെറിയാൻ, ഹോളിക്രോസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ മെൽവിൻ NV തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രിൻസിപ്പൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ യാത്രയയപ്പ് സമ്മേളനവും പരീക്ഷ ഒരുക്കിയ അവലോകന യോഗവും സംഘടിപ്പിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മാതൃകാപരമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകർക്ക് ചടങ്ങിൽ വെച്ച ഉപഹാരങ്ങൾ നൽകി. സ്കൂളിലെ അധ്യാപികയാണ്. ടീച്ചർ വെറും ഒരു അധ്യാപിക മാത്രമല്ല, നമുക്കെല്ലാം അറിയാം ഗവൺമെന്റ് സ്കൂള്, കുറ്റിപ്പാങ്ങാട് സ്കൂൾ ഒരു അക്കാഡമിക്കലായിട്ട് പുതിയ പ്രോജക്ടുകളൊക്കെ പരിചയപ്പെടുത്തി സ്വീകരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. 100% വിജയം ഹയർ സെക്കൻഡറി തലത്തിൽ അപൂർവമാണെങ്കിലും ചെറിയ വ്യത്യാസത്തിൽ 99% എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് ചെറിയ നേട്ടമല്ല. ആ ഒരു നിലവാരത്തിലേക്ക് ഇടുക്കി ജില്ലയുടെ വിദ്യാഭ്യാസ മേഖലയെ കൂട്ടിക്കൊണ്ടുപോകാൻ വളരെ ഡെഡിക്കേറ്റഡായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇന്നിപ്പോൾ ഹാളിൽ കൂടിയിരിക്കുന്ന പ്രിൻസിപ്പൽമാർ. ആ നിലയിൽ പ്രിൻസിപ്പൽമാർ നൽകിയിട്ടുള്ള വിശിഷ്ടമായ സേവനത്തെ ഞാൻ പ്രത്യേകമായി ആദരിക്കുന്നു. എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എക്സാം ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ K മാണിക്യരാജ്, കോട്ടയം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ PN വിജി എന്നിവർ പരീക്ഷാ ഒരുക്ക വിലയിരുത്തൽ സംബന്ധിച്ച സെമിനാർ നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാകുന്നേൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രിൻസിപ്പൽ ഫോറം സെക്രട്ടറി ബിസോയ് ജോർജ്, കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KC മാണി, ജില്ലാ ഹയർ സെക്കൻഡറി അസിസ്റ്റന്റ് കോർഡിനേറ്റർ AJ ബൈജു, ട്രൈബൽ സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക് തുടങ്ങിയവർ സംസാരിച്ചു. AKGCT ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു. മുൻ MP ജോയ്സ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് ഇടുക്കി ജില്ലാ സമ്മേളനമാണ് നടന്നത്. കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ നടന്ന പരിപാടി മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഉദ്ഘാടനം ചെയ്തു.
UGCയുടെ പുതിയ കരട് നയരേഖ എത്രമാത്രം വിദ്യാർത്ഥി വിരുദ്ധവും അധ്യാപിക വിരുദ്ധവുമാണെന്ന് ജോയ്സ് ജോർജ് വിശദീകരിച്ചു. ഫെഡറലിസത്തെ തകർക്കുന്ന UGCയുടെ നയരേഖ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുകയും യൂണിവേഴ്സിറ്റികൾക്ക് ഫണ്ട് നൽകുന്ന സംസ്ഥാനങ്ങളെ നോക്കുകുത്തികളാക്കുന്നവയുമാണെന്നും അവ എതിർക്കപ്പെടേണ്ടതാണെന്നും ജോയ്സ് ജോർജ് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് മത്സര പരീക്ഷകളിൽ മറ്റവരോടൊപ്പം മത്സരിച്ച് മുന്നോട്ട് പോകാനാവാതെ പോകും. അവിടെ അവർ പിന്തള്ളപ്പെടുകയും വീണ്ടും അവരുടെ പഴയ സാമൂഹിക സാഹചര്യങ്ങളിൽ, സാമ്പത്തിക സാഹചര്യങ്ങളിൽ അവർ ജീവിക്കാൻ നിർബന്ധിതരായി തീരുകയും ചെയ്യുക. എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് കോ നിലനിൽക്കുകയാണ്. പണക്കാരൻ്റെ മക്കൾ പണക്കാരായി പോകുന്നു, വിദ്യാഭ്യാസമുള്ളവരുടെ മക്കൾ കൂടുതൽ വിദ്യാഭ്യാസം നേടുന്നു, മറ്റു തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടികൾക്ക് പഠിക്കാനാവുന്നില്ല, അവരുടെ അവസ്ഥയിൽ തുടരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ അവസ്ഥയിൽ അപ്പോൾ ആ സ്റ്റാറ്റസ് കോ നിലനിന്ന് പോവുകയാണ്. അപ്പോൾ അങ്ങനെ നിലനിന്ന് പോകുന്ന ആ സ്റ്റാറ്റസ് കോ അത് മാറ്റുന്നതിലൂടെ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാമൂഹ്യമായ വളർച്ച മുന്നോട്ടുണ്ടാക്കാൻ പറ്റും. സമ്മേളനത്തിൽ AKGCT സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ MS മുരളി, ജില്ലാ സെക്രട്ടറി അനൂപ് ജെ ആലക്കാപ്പള്ളി, സംസ്ഥാന കമ്മിറ്റി അംഗം കൃഷ്ണകുമാർ MV, NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CS മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നാർ ഗവൺമെന്റ് കോളേജിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിന്റെ പ്രത്യേക അനുമോദനം നേടിക്കൊടുത്ത കോളേജിലെ ത്രൈവ് പ്രോഗ്രാം കോർഡിനേറ്ററും NSS പ്രോഗ്രാം ഓഫീസറുമായ കൃഷ്ണ അമൽദേവിനെയും കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ പുതുതായി ആരംഭിച്ച കൊമേഴ്സ് റിസർച്ച് സെന്ററിൽ റിസർച്ച് ഗൈഡായി നിയമിതനായ ഡോക്ടർ ജോബിൻ സഹദേവനെയും ഡോക്ടർ മിനിജ അബ്രഹാമിനെയും മലയാളം റിസർച്ച് സെന്ററിൽ റിസർച്ച് ഗൈഡായി നിയമിതനായ ഡോക്ടർ രജനി വിആറിനെയും ആദരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ ഉൾപ്പെടുന്ന 200 ഏക്കർ മേഖലയിലെ മില്ലുംപടി ITC ജംഗ്ഷൻ റോഡ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ചതായി പരാതി. ഏറെ നാൾ തകർന്നു കിടന്ന ശേഷമായിരുന്നു ഈ റോഡിന്റെ കോൺക്രീറ്റ് ജോലികൾ തുടങ്ങിയത്. കോൺക്രീറ്റ് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ ഉൾപ്പെടുന്ന 200 ഏക്കർ മേഖലയിലെ മില്ലുംപടി ITC ജംഗ്ഷൻ റോഡ് നാളുകളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നീട് റോഡിന്റെ കോൺക്രീറ്റ് ജോലികൾ നടത്തുകയും യാത്രാക്ലേശം ഒഴിയുകയും ചെയ്തു. ഇതിനുശേഷമാണിപ്പോൾ പാതയോരം കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിലാണിപ്പോൾ പ്രതിഷേധം രൂപം കൊണ്ടിട്ടുള്ളത്. ജലജീവൻ മിഷൻ പദ്ധതി ആണ് അറിയാൻ കഴിഞ്ഞത്. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി, ആരാണ് ഇതിൻ്റെ കോൺട്രാക്ടർ, ഈ കോൺട്രാക്ട് വ്യവസ്ഥയിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പദ്ധതിയുടെ ബോർഡ് വയ്ക്കും, അടങ്കൽ തുക വയ്ക്കും. ഇതൊന്നും ഈ പ്രദേശത്ത് കാണാനില്ല. ഈ റോഡ് കുത്തിപ്പൊളിച്ച് ഇപ്പോൾ നാശകോശമാക്കിയിട്ടിരിക്കുന്നു. അടുത്ത മഴക്കാലം വരുമ്പോൾ ഈ റോഡ് കുത്തിപ്പൊളിച്ച ഈ ഭാഗം മുഴുവൻ വെള്ളം കൊണ്ടുപോയി വീണ്ടും ഗതാഗത സൗകര്യമില്ലാതെയാകും. ഇതാരാണിത് ചെയ്തത്, ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് ബന്ധപ്പെട്ട പഞ്ചായത്തും ബന്ധപ്പെട്ട അധികാരികളും ശ്രദ്ധിക്കുകയും ഇത് പരിശോധിക്കുകയും ഇതിന് പരിഹാരം കാണണം എന്നാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടുന്നത്. മഴ പെയ്യുന്നതോടെ വെട്ടിപ്പൊളിച്ച കോൺക്രീറ്റ് ഒഴുകിപ്പോകുമെന്നും റോഡ് കൂടുതൽ തകരുമെന്നും വാദമുയരുന്നു. വെട്ടിപ്പൊളിച്ച ഭാഗം പഴയപടിയാക്കണമെന്നാണ് ആവശ്യം. കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിശീലനം പൂർത്തിയാക്കിയ 2023-25 ബാച്ചിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ DYSP KR ബിജു പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു. കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിശീലനം പൂർത്തിയാക്കിയ 2023-25 ബാച്ചിലെ 40 സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നത്. ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP KR ബിജു പതാക ഉയർത്തുകയും പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയും ചെയ്തു. അച്ചടക്കവും മികവും പുലർത്തുന്ന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് KR ബിജു പറഞ്ഞു. First of all, I would like to express my gratitude for being selected here as the chief guest, and I appreciate the student police cadets for displaying an amazing parade. Especially I appreciate the commander and as well as all the student cadets. And I appreciate in this occasion the drill instructors and community police officers and the police officers who are supporting this project. ചടങ്ങിൽ കട്ടപ്പന DYSP VA നിഷാദ് മോൻ, SHO TC മുരുകൻ, കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി,
നഗരസഭാ കൗൺസിലർ സോണിയ JB, സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ, സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു എന്നിവർ സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് 2 വർഷമായി പരിശീലിച്ച കേഡറ്റുകളുടെ പരേഡ് നടന്നു. പാസിംഗ് ഔട്ട് പരേഡ് കാണുന്നതിനായി നിരവധി രക്ഷകർത്താക്കളും എത്തിയിരുന്നു. കഴിഞ്ഞ 2 വർഷക്കാലം നീണ്ടുനിന്ന കഠിനവും ചിട്ടയുമായ പരിശീലന പരിപാടികളോടെ ഇവർ നേടിയ ഈ വിജയത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ കേഡറ്റുകളെ അഭിനന്ദിക്കുന്നു. നിറഞ്ഞ കേടുകളോടെ നമുക്ക് കേഡറ്റുകളെ കോട്ടയിലേക്ക് മടക്കി അയക്കാം. അടിമാലിയുടെ ദേശപ്പെരുമയേറ്റി ശാന്തിഗിരി മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള മഹാ അന്നദാനം. മഹോത്സവം അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോഴും 1ാം ഉത്സവം മുതൽ അടിമാലിയുടെ വിശപ്പകറ്റിക്കൊണ്ടിരിക്കുന്ന അന്നദാന മണ്ഡപത്തിലെ തിരക്കിന് തെല്ലും കുറവില്ല. ആഘോഷങ്ങളും കലാപരിപാടികളും ഉത്സവപ്പറമ്പിനെ ആവേശത്തിലാഴ്ത്തുമ്പോഴും തിരക്കിൽ നിന്നൊഴിഞ്ഞ് പൂരപ്പറമ്പിലെത്തുന്ന ആയിരങ്ങളുടെ വയറ് നിറയ്ക്കാനുള്ള നിർത്താതെയുള്ള ഓട്ടത്തിലാണ് ഭക്ഷണ കമ്മിറ്റിക്കാർ. അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോഴും 1ാം ഉത്സവം മുതൽ അടിമാലിയുടെ വിശപ്പകറ്റിക്കൊണ്ടിരിക്കുന്ന അന്നദാന മണ്ഡപത്തിലെ തിരക്കിന് തെല്ലും കുറവില്ല. ആഘോഷങ്ങളും കലാപരിപാടികളും ഉത്സവപ്പറമ്പിനെ ആവേശത്തിലാഴ്ത്തുമ്പോഴും തിരക്കിൽ നിന്നൊഴിഞ്ഞ പൂരപ്പറമ്പിലെത്തുന്ന ആയിരങ്ങളുടെ വയറ് നിറയ്ക്കാനുള്ള നിർത്താതെയുള്ള ഓട്ടത്തിലാണ് ഭക്ഷണ കമ്മിറ്റിക്കാർ. രാവിലെ പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്കും വൈകിട്ടും സ്വാദുമുറ്റിയ ഊണ. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിലെ ഊട്ടുപുര ഉണർന്നിട്ട 4 ദിവസങ്ങൾ പിന്നിടുകയാണ്. മുൻകാലങ്ങളിൽ എന്നോ പൂർവികർ തുടങ്ങിവെച്ച അന്നദാനത്തെ മഹാദാനമായി കണ്ട് ക്ഷേത്രത്തിലെ പുതുതലമുറക്കാർ ഇന്നും പതിവ് മുടക്കാതെ മുമ്പോട്ട് പോകുന്നു. മുഴുവൻ ഭക്തജനങ്ങൾക്ക് വരുന്ന മുഴുവൻ ആളുകൾക്കും സമൃദ്ധമായ രീതിയിൽ ഈ പ്രസാദൂട്ടം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എല്ലാ ഭക്തജനങ്ങളുടെയും ഒരു സഹകരണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നത്. ഏറ്റവും ശുചിയായ സാഹചര്യത്തിൽ കുടിവെള്ളം പോലും പരിശോധനയ്ക്ക് വിധേയമാക്കിയതാണ്. ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നത് ഹെൽത്ത് കാർഡൊക്കെ എടുത്തിട്ടുള്ള വ്യക്തികളാണ്. പരിസരമൊക്കെ ഏറ്റവും ക്ലീനായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കാനായിട്ട് പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അഭൂതമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ മതവിഭാഗങ്ങളിലും പെടുന്ന ആളുകളുടെ ഒരു സഹകരണമാണ് ഈ അന്നദാനത്തെ മുന്നോട്ട് കൊണ്ടുവന്ന് നയിക്കുന്നത്. ജാതി മത വ്യത്യാസമില്ലാതെ പൂരപ്പറമ്പിലെത്തുന്ന ഉത്സവ പ്രേമികളുടെ മനവും വയറും നിറച്ചാണ് സംഘാടകർ മടക്കി അയക്കാറ്. ക്ഷേത്രത്തിലെ ഉത്സവ ആഘോഷങ്ങളിൽ പ്രധാനമാണ് അന്നദാനമെന്നു മാത്രമല്ല, നാനാജാതി മതസ്ഥരുടെ കൂടിച്ചേരലിനും അന്നദാനപ്പുര സാക്ഷിയാകുന്നു. ആട്ടവും പാട്ടും മേളവുമായി ഉത്സവപ്പറമ്പ് തിരക്കിലമരുമ്പോഴും അന്നദാനപ്പുരിയിലെയും പാചകപ്പുരിയിലെയും താളത്തിനും ഭാവത്തിനും മാറ്റമില്ല. പുലർച്ചെ 4 മണി മുതലേ പാചകപ്പുര തിരക്കിലമരും. ഉത്സവ നടത്തിപ്പുകാർക്ക് പുറമെ അടിമാലിയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നു പോലും പാചകത്തിൽ പങ്കുചേരാൻ ഭക്തർ മഹാദേവ സന്നിധിയോട് ചേർന്ന അന്നദാനപ്പുരയിലെത്താറുണ്ട്. ദിവസവും 5000-ലധികം ആളുകളാണ് ക്ഷേത്ര സന്നിധിയിലെത്തി വിശപ്പകറ്റി മടങ്ങുന്നത്. ആളെത്ര അധികമായാലും ഭക്ഷണത്തിന്റെ അളവിൽ സംഘാടകർ തെല്ലും കുറവ് വരുത്തില്ല. ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരുടെ ആത്മസംതൃപ്തിയാണ് അന്നദാനപ്പുരയുടെ ആവേശം. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ ട്രൈബൽ സ്കൂളിന് കമ്പ്യൂട്ടറുകൾ, ഫർണിച്ചർ എന്നിവ വാങ്ങി നൽകി. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സ്കൂൾ പ്രധാന അധ്യാപിക മിനി ഐസക്കിന് ഉപകരണങ്ങൾ കൈമാറി. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉപകരണങ്ങൾ നൽകിയത്. കട്ടപ്പന സർക്കാർ ട്രൈബൽ സ്കൂളിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിന്റെ ഭാഗമായാണ് നഗരസഭ കമ്പ്യൂട്ടർ, ഫർണിച്ചറുകൾ എന്നിവ വാങ്ങി നൽകിയത്. കട്ടപ്പന നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ വകയിരുത്തി 10 കമ്പ്യൂട്ടറുകളും 12 ലക്ഷം രൂപ വകയിരുത്തി അലമാര, ഡെസ്ക് തുടങ്ങിയ ഫർണിച്ചറുകളും വാങ്ങി നൽകി. സ്കൂളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഹെഡ് മിസ്ട്രസ് മിനി ഐസക്കിന് ഉപകരണങ്ങൾ കൈമാറി. നമ്മൾ 5 ലക്ഷം രൂപ ഉപയോഗിച്ച് നമുക്ക് 10 കമ്പ്യൂട്ടറുകൾ വാങ്ങി സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ടീച്ചറുമായി സംസാരിച്ചപ്പോൾ ഇനിയും നിരവധി കമ്പ്യൂട്ടറുകളുടെ ആവശ്യകതയുണ്ട് എന്നാണ് ടീച്ചർ പറഞ്ഞത്. ഏതായാലും നമ്മുടെ സ്കൂളിനെ മുഖ്യധാരയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ പടിപടിയായുള്ള ഭാഗമായിട്ടാണ് ഇത്തരം കാര്യം നടക്കുന്നത്. ഇപ്പോൾ ഏകദേശം 15 ലക്ഷത്തിൻ്റെ ഫർണിച്ചർ, 12 ലക്ഷം രൂപയുടെ ഫർണിച്ചർ താഴെ എത്തിയിട്ടുണ്ട്. അത് കൂടാതെ ഈ വർഷം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഏറ്റവും ഈ ജൂൺ മാസത്തിന് മുമ്പ് തന്നെ നമ്മുടെ ലൈബ്രറി നവീകരിച്ച്
ആവശ്യമായ അലമാര വാങ്ങിത്തരാനുള്ള DPC അംഗീകാരം കിട്ടിയിട്ടുണ്ട്. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതലായി ഒരുക്കി കുട്ടികൾക്ക് മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. വരും വർഷങ്ങളിലും വിവിധ തരം പദ്ധതികൾ സ്കൂളിനായി ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നഗരസഭാ കൌൺസിലർമാരായ ധന്യ അനിൽ, സിജു ചക്കമുട്ടിൽ, IB മോൾ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് UP സ്കൂളിന്റെ 49ാമത് വാർഷികാഘോഷവും സുവർണ ജൂബിലി ഉദ്ഘാടനവും നടന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീറണാകുന്നേൽ വിശിഷ്ടാതിഥിയായി. ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരുവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് UP സ്കൂളിന്റെ 49ാമത് വാർഷികാഘോഷവും സുവർണ ജൂബിലി ഉദ്ഘാടനവും നടന്നു. വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ട് അധ്യക്ഷനായി. ഇടുക്കി രൂപത വികാരി ജനറൽ ഫാദർ ജോസ് കരുവേലിക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇത് എളുപ്പത്തിൽ നടക്കുന്ന ഇവിടെ പഠിക്കുന്ന കുട്ടികളിലൂടെ കുട്ടികളുടെ പ്രവർത്തനത്തിലൂടെ മികവാർന്ന പെരുമാറ്റത്തിലൂടെ ബൗദ്ധിക അറിവുകളുടെ കലാശേഷിയുടെ പ്രവർത്തനങ്ങളിലൂടെയൊക്കെയാണ് ഈ ഉന്നതമായ നേട്ടം നേടുവാൻ സാധിക്കുക. ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോർജ് തകടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി ജൂബിലി ദീപം തെളിയിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീറണാകുന്നേൽ പ്രതിഭകളെ ആദരിച്ചു. തുടർന്ന് കട്ടപ്പന നഗരസഭാ കൌൺസിലർ ബീന സിബി, മുൻ ഹെഡ്മാസ്റ്റർ ഫ്രാൻസിസ് മാത്യു, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ജോർജ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് വിൻസി സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് ബെന്നി ജോസഫ്, MBTA പ്രസിഡന്റ് നീനു രാധാകൃഷ്ണൻ, സ്കൂൾ ലീഡർമാരായ ഡെൽമിൻ ഹെബി, അക്ഷയാഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. കഞ്ഞിക്കുഴി നങ്കി സിറ്റി ഗവൺമെന്റ് LP സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമത്തിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. 23-ന് നടക്കുന്ന പൊതുസമ്മേളനം ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. കുടിയേറ്റകാല ചരിത്രമുറങ്ങുന്ന കഞ്ഞിക്കുഴിയിലെ ആയിരങ്ങൾക്ക് അക്ഷരദീപം പകർന്നു നൽകിയ നങ്കി സിറ്റി ഗവൺമെന്റ് LP സ്കൂളിന്റെ 50ാം വാർഷികവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും ഫെബ്രുവരി 23-നാണ് നടക്കുന്നത്. രാവിലെ 10 മണിക്ക് സ്കൂൾ ഹെഡ്മാസ്റ്റർ പതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. 11 മണിക്ക് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും തുടർന്ന് 3:30-ന് സാംസ്കാരിക ഘോഷയാത്രയും നടക്കും. ഇതിനുശേഷം നടക്കുന്ന പൊതുസമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ജൂബിലി സന്ദേശം നൽകും. 1975-ൽ സ്ഥാപിതമായ നങ്കി ഗവൺമെന്റ് LP സ്കൂൾ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുടിയേറ്റ മേഖലയായ ഈ പഞ്ചായത്തിൽ ആദ്യമായി പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനമായി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഗവൺമെൻറ് LP സ്കൂൾ. അതിൻ്റെ ബാലാരിഷ്ടതകളൊക്കെ കടന്നുപോയി പുതിയ അധ്യയന രീതികൾ വന്നു. ആ രീതികളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് 50 വർഷം തികഞ്ഞിരിക്കുക. ഈ കലാലയത്തിൽ നിന്ന് വിദ്യാഭ്യാസം നടത്തി പഠിച്ചിറങ്ങിപ്പോയ ഒരുപാട് അനവധി പ്രതിഭകളുണ്ട്. അവരെയൊക്കെ ഒന്ന് കൂട്ടിച്ചേർക്കുവാനും ഈ സ്കൂളിൻ്റെ 50ാം വർഷം ഇവിടെ കടന്നുപോയ അധ്യാപനം നടത്തിയുള്ള അധ്യാപകരെ ഒന്ന് ആദരിക്കാനും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് ഈ നാട്ടിലെ പഠിച്ചുപോയ വിദ്യാർത്ഥികളും ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന അധ്യാപകരും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് ഒരു സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നു. ഫെബ്രുവരി മാസം 23 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ ഒരു ദിവസം മുഴുവനായി ഈ പ്രോഗ്രാമിലേക്ക് മാറ്റിവെച്ചിരിക്കുക. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറും. മത, രാഷ്ട്രീയ, സാമൂഹിക രംഗത്തെ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സ്കൂൾ ഹെഡ്മിസ്ട്രസ് EK ബിന്ദു, സീനിയർ അസിസ്റ്റന്റ് ഷാമിന ലൂയിസ്, PTA പ്രസിഡന്റ് പ്രദീപ് MM, പ്രോഗ്രാം കൺവീനർ സിബി മാടവന തുടങ്ങിയവർ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആധുനിക സമൂഹത്തിൽ നിന്നും അകലുന്ന ദൃശ്യശ്രാവ്യ കലയായ നാടകം ഇന്നും അരങ്ങുകളിൽ വലിയ ജനപ്രീതി തന്നെയാണ് കൈവരിക്കുന്നത്. ഇന്നത്തെ ചുറ്റുപാടുകളിൽ നാടകത്തിന് പ്രേക്ഷകർ കുറയുന്നുവെങ്കിലും ആസ്വാദന മനസ്സുകൾ കീഴടക്കാൻ നാടകത്തിന് ശക്തിയുണ്ട്. ഈ വാസ്തവം തെളിയിക്കുകയായിരുന്നു കട്ടപ്പനയിൽ അരങ്ങേറിയ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന നാടകം.
അഭിനയം, സംഭാഷണം എന്നിവയിലൂടെ സമ്പൂർണമായൊരു ആശയത്തെയോ സംഭവത്തെയോ പ്രേക്ഷകരിലേക്ക് പകരുന്ന ദൃശ്യശ്രാവ കലയാണ് നാടകം. ഒരു കാലഘട്ടത്തിൽ വലിയ ജനപ്രീതിയോടെ ഉയർന്നു വന്ന ദൃശ്യകലയായി നാടകം സുകുമാര കലകളിൽ ഉൾപ്പെടുന്നവയാണ്. നാടകം ഒരു സങ്കരകലയോ സമ്പൂർണ്ണ കലയോ ആണെന്ന് പറയാം. സാഹിത്യം, സംഗീതം, നൃത്തം, ചിത്രകല എന്നിങ്ങനെ വിഭിന്ന കലകളാൽ ഇഴചേർന്നുകൊണ്ടാണ് നാടകത്തിന്റെ പ്രദർശനം. സംഭാഷണം, അഭിനയം എന്നിവയിൽ കൂടി കാഴ്ചക്കാരുമായി സംവാദിക്കുന്ന ഈ കലയുടെ ആവിർഭാവം മതാചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നു എന്നതും പലരിൽ നിന്നുള്ള അഭിപ്രായമാണ്. ഒരു കാലഘട്ടത്തിൽ മുഴുവൻ ആഘോഷ പരിപാടികളിലും പൊതു ഇടങ്ങളിലും പ്രധാനമായും പ്രേക്ഷകർ കാത്തിരുന്ന കലയായിരുന്നു നാടകം. മതപരമായതും ചരിത്രപരമായതുമായ നാടകങ്ങൾ പണ്ടുമുതലേ നിരവധിയായി അരങ്ങേറി വന്നു. ഒടുവിൽ സമകാലീന സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള തിരക്കഥകളിലൂടെ നാടകമെന്ന കലയെ കൂടുതൽ ആകർഷണീയതമാക്കി. എന്നാൽ പിന്നീട് മറ്റ് വിവിധ കലാരൂപങ്ങളുടെ കടന്നുവരവ് നാടകങ്ങളുടെ ജനപ്രീതിയെ അല്പം കുറച്ചു. എങ്കിലും വിവിധ നാടക ട്രൂപ്പുകൾ സജീവമായി നിലനിന്നിരുന്നു. 2000 കാലഘട്ടത്തിൽ ഉൾപ്പെടെ സജീവമായിരുന്ന പല നാടക ട്രൂപ്പുകൾ പതിറ്റാണ്ട് പിന്നിട്ടതോടെ ക്ഷയിക്കാൻ തുടങ്ങി. പിന്നീട് ആധുനിക സമൂഹത്തിൽ അഭിനയമെന്നത് വിരൽത്തുമ്പിലോടുന്ന റീൽസുകളിലൊന്നായി. എങ്കിലും നാടകങ്ങൾ നൽകിയിരുന്ന ആസ്വാദന തലങ്ങൾ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയം തന്നെയാണ്. ഇതിന് ഏറ്റവും ഉദാഹരണമാണ് കട്ടപ്പനയിൽ അരങ്ങേറിയ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകം. അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിനുണ്ടാകുന്ന ഗുണം കൂടി ഒന്ന് പറയാം. ഒരുപാടുണ്ട്. പക്ഷെ അത് ഏറ്റവും പ്രധാനം ലോകത്തെ മുഴുവൻ തന്തമാര് സമാധാനം. ശ്രീമാൻ ഒറ്റക്കണ്ണം പോക്കരുടെ മകൾ ലോകക്കരി മതി. വേറെ പ്രശസ്തി നമുക്ക് വേണം. തിരുവനന്തപുരം സാഗതി തിയേറ്റേഴ്സ് അവതരിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലുകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന നാടകമാണ് മുച്ചിട്ട് കളിക്കാരന്റെ മകൾ. സമകാലീന വിഷയങ്ങൾക്കുള്ളിൽ സാഹിത്യവും ഇടകലർത്തി വലിയൊരു ആശയം തന്നെയാണ് നാടകം സമ്മാനിക്കുന്നത്. CSI ഗാർഡനിൽ അരങ്ങേറിയ നാടകം ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് എത്തിയത്. ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി ഏറെ ആകർഷണീയമായിട്ടാണ് നിലവിലെ ചുറ്റുപാടുകളിൽ നാടകം അരങ്ങേറുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ ആ തലങ്ങളിലേക്ക് നാടകങ്ങൾ വളർന്നേക്കുമെന്നതിൽ സംശയമില്ല. അതിനു കാരണം ഇന്നും നാടകങ്ങൾ കാണുവാനും ആസ്വദിക്കുവാനും വലിയൊരു വിഭാഗം ജനങ്ങൾ ഉണ്ട് എന്നത് തന്നെയാണ്. യുവ മനസ്സുകളിലും ആസ്വാദനവാതിലുകൾ തുറക്കാൻ നിലവിലെ നാടകങ്ങൾക്കാകുന്നു എന്നതും മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകം തെളിയിക്കുകയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 202, വിൽപ്പനയ്ക്ക് വന്നത് 55,140, വിൽപ്പന നടന്നത് 51,847, കൂടിയ വില 3,251, ശരാശരി വില 2,835. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ, ഏലം കൂടിയ വില 2,700, ഏലം ശരാശരി വില 2,600, കാപ്പിപ്പരിപ്പ് 475, ഗ്രാമ്പു 880, കൊക്കോ 180, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 845 രൂപ, വെള്ളി 108. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ജില്ലയുടെ വിവിധ മേഖലകളിൽ ഉണ്ടായ 2 വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 4 മരണം. പന്നിയാർകുട്ടിക്ക് സമീപം ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് ഒളിമ്പ്യൻ KM ബീനാമോളുടെ സഹോദരി റീന ഉൾപ്പെടെ 3 പേർ മരിച്ചു. കട്ടപ്പന വള്ളക്കടവ് റോഡിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മൂന്നാർ എക്കോ പോയിന്റിന് സമീപം വിനോദസഞ്ചാര ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവർക്ക് തമിഴ്നാട് സർക്കാരിന്റെ ധനസഹായം. മരിച്ചവർക്ക് 3 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതവും തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകും. അതേസമയം അപകടത്തിൽപ്പെട്ട ബസിന്റെ സ്പീഡ് ഗവർണർ പ്രവർത്തനരഹിതമാക്കിയ നിലയിലായിരുന്നുവെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ദേവികുളം താലൂക്കിൽ വന്യമൃഗശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ വനം വകുപ്പിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കാൻ മൂന്നാറിലെ CPI പ്രാദേശിക നേതൃത്വം വന്യമൃഗാക്രമണം തടയാൻ വനം വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും വകുപ്പിന്റെ വിനോദസഞ്ചാര വികസന പ്രവർത്തനങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ പുലർത്തുന്നതെന്നും CPI മൂന്നാർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് K ചന്ദ്രപാൽ. ഇരട്ടി തുക നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്ത കേസിൽ ഒരാളെ ഇടുക്കി പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് കോതമംഗലം സ്വദേശിയും വർഷങ്ങളായി തമിഴ്നാട് ഈറോഡിന് സമീപം താമസിച്ചു വരുന്നതുമായ സിറാജുദ്ദീൻ. കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് 2 പേർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.